ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലാണുള്ളത്. മാനവീയം വീഥി രാത്രികളിൽ സജീവമാണെങ്കിൽ രാവിലെ അത് ഉണർന്നു വരുന്നതേയുള്ളൂ. നമ്മോടൊപ്പം ഒരു അതിഥിയെ കാത്തിരിക്കുകയാണ്. അതിഥിക്കായുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. അല്പസമയത്തിന് അവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് സമയത്തും എത്തിച്ചേരാം. നമ്മുടെ പ്രിയപ്പെട്ട മജീഷ്യനോ അല്ലെങ്കിൽ അവതാരകനോ അല്ലെങ്കിൽ ഫുഡ് എക്സ്പേർട്ടെന്നോ അല്ലെങ്കിൽ ട്രാവലറെന്നോ എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ അറിയില്ല. എന്നാലും രാജ് കലേഷാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുക. അല്പസമയത്തിന് രാജ് കലേഷ് എത്തും. രാജ് കലേഷിന്റെ വിശേഷങ്ങളിലേക്ക്, ഈ മാനവീയത്തിലെ കാഴ്ചകളിലേക്ക്, ഒപ്പം വാർത്തകളിലേക്ക്, വർത്തമാനത്തിലേക്ക് ഒക്കെ നമുക്ക് പോകാം. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ഒരു പ്രധാനപ്പെട്ട ദിനം കൂടിയാണ്. പ്രത്യേകിച്ചും മറ്റൊരു കാട്ടാനക്കളി നമ്മൾ നേരിട്ട തൊട്ടടുത്ത ദിവസം, വലിയ പ്രതിഷേധമുണ്ടായ ദിവസം, അതിനെ പോലീസ് ഏത് രീതിയിൽ നേരിട്ടു എന്നുള്ളതൊക്കെ വലിയ വിമർശനം നേരിടുന്ന ഒരു സമയം. ഒപ്പം തന്നെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് തുടരുന്നു. കേസുവിന്റെ വിദ്യാഭ്യാസ ബന്ദ്, SSLC പരീക്ഷ പുരോഗമിക്കും. ഒരുപാട് വാർത്തകളുടെ ഒരു ദിനം കൂടിയാണ്. ഈ വാർത്തകളിലേക്ക്, വർത്തമാനങ്ങളിലേക്ക് ഒക്കെയാണ് മോർണിംഗ് വൈബ്സ് ഇന്ന് രാവിലെ തന്നെ ചേരുക. എന്നാലും അല്പസമയത്തിനകം രാജ് നമ്മോടൊപ്പം ചേരും. രാജ് കലേഷ്, അദ്ദേഹത്തിന്റെ ഒരു ലൈഫ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എന്നാലും മാനവീയ വീതിയിൽ രാവിലെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. മാനവീയത്തിലാണ് നമ്മളുള്ളത്. ഞാൻ അതിവേഗ വാർത്തകളിലേക്ക് അതിനെ ആദ്യം പോകാമെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ആര്യാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആര്യ, ഗുഡ് മോർണിംഗ്. ഈ മാനവീയത്തിലേക്ക് നമ്മുടെ ഗസ്റ്റിനായുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പോൾ എത്തും. എന്താണെങ്കിലും സ്പീഡ് ന്യൂസിൽ, ഫാസ്റ്റ് ന്യൂസുമായി ആര്യ ചേരുക. ഏതൊക്കെയാണ് പ്രധാനമായും ഫാസ്റ്റ് ന്യൂസിലുള്ളത്? എൽദോ, ഗുഡ് മോർണിംഗ്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ഉണ്ടായ കാട്ടാനക്കലി തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രതിഷേധം ഉയരും. ഇന്നലെയും ഉയർന്നിരുന്നു. അതിന്റെ തുടർ പ്രതിഷേധങ്ങൾ അത് നമുക്കിന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടും വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം വലിയ സമരം നടക്കുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അത്തരത്തിൽ ഒട്ടനവധി വാർത്തകളുണ്ട്. അപ്പോൾ ആ വാർത്തകളിലേക്കൊക്കെ നമുക്ക് രാജ് കലേഷ് എത്തുന്നതിന് മുമ്പ് വേഗം നോക്കി വരാമെന്ന് കരുതുന്നു. അപ്പോൾ ഫാസ്റ്റ് ന്യൂസിലേക്ക് കടക്കുകയാണ്. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. അടിമാലി കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധം തുടരുന്നു. അറസ്റ്റിലായ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ജാമ്യം. സമരം തുടരുമെന്ന് നേതാക്കൾ. ഇന്ദിരയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചേക്കും. കനത്ത ജാഗ്രതയിൽ പോലീസ്. വന്യജീവി ആക്രമണത്തിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം കടുപ്പിക്കുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം. മാങ്കുളം DFO ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല റിലേ സമരം നടത്തും. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 4 പേരാണെന്ന് പോലീസ്. കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ പ്രതികളെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം വെറ്റിനറി സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയ KSU MSF പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് ജില്ലയിൽ പ്രതിഷേധ ദിനം ആചരിക്കും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടനാ നേതാക്കൾ നടത്തുന്ന നിരാഹാര സമരം 2ാം ദിനത്തിലേക്ക്. സംസ്ഥാനത്തെ കോൺഗ്രസ് ഹോസ്റ്റലുകളിൽ നടക്കുന്ന നിയമവിരുദ്ധ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണമെന്ന ആവശ്യം. നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന ആവശ്യം. V മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് സത്യഗ്രഹം. സമരം നടത്തുന്നത് നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ. KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് ഇന്ന്. വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. നിശ്ചയിച്ച പരീക്ഷകൾ മുടക്കില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിൻവലിക്കുന്നതിലെ നിയന്ത്രണം ഇന്നും തുടരും. ഇന്ന് ശമ്പളം ലഭിക്കുന്നത് അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും. ഇന്നലെ ശമ്പളം നൽകിയത് പോലീസ്, എക്സൈസ്, റവന്യൂ, സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക്. രാത്രി വൈകിയും ഇതിൽ പലർക്കും ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് സർവീസ് സംഘടനകൾ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ചൂട് ഉയരും. ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യത. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ചൂടിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ്. പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി ഹസൻ കുട്ടിയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചേക്കും. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തും തെളിവെടുക്കും.
സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ. വി ഡി സതീശനും കെ സുധാകരനും ഹൈക്കമാൻഡിനെ കാണും. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൈമാറും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് നീക്കം. വെള്ളാപ്പള്ളിക്കും തുഷാറിനും മറുപടി പറയാനില്ലെന്ന് PC ജോർജ്. കേരളം ഒട്ടാകെ താൻ പ്രചരണത്തിന് പോകും. പാർട്ടി തീരുമാനിക്കുന്നത് പോലെ പത്തനംതിട്ടയിൽ പ്രചരണത്തിനുണ്ടാകും. നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് തുഷാറിനോടെന്നും PC ജോർജ്. തൃശൂർ നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയോടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം. സ്വരാജ് റൌണ്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. തനിക്കെതിരെ ബോധപൂർവമായ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് സുരേഷ് ഗോപി. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും സുരേഷ് ഗോപി ന്യൂസ് 18നോട്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കി പാർട്ടി പ്രവർത്തകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണെന്ന് സ്ഥാനാർത്ഥി. പൊതു തെരഞ്ഞെടുപ്പിൽ NDA 400 സീറ്റുകൾ സ്വന്തമാക്കും. കേരളത്തിലും തിരുവനന്തപുരത്തും ലഭിക്കാത്ത വികസനത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ET മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവനയെ തള്ളി മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ്. SFIയെ വളഞ്ഞിട്ട് കൂട്ടമായി ആക്രമിക്കാനുള്ള നീക്കം വിലപ്പോകില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളല്ല, കേന്ദ്രത്തിനെതിരായ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്നും വസീഫ് ന്യൂസ് 18നോട് പറഞ്ഞു. തെലങ്കാനയിൽ വികസന പദ്ധതികൾക്ക് തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോഡ്, റെയിൽ, പെട്രോളിയം, പ്രകൃതിവാതകം മേഖലകളിൽ പദ്ധതികൾക്ക് തുടക്കമാകും. തെലങ്കാനയിൽ നിന്നും മോദി ഒഡീഷയിലേക്കും പോകും. കേരള മീഡിയ അക്കാദമി മാധ്യമ ഫെലോഷിപ്പുകൾ വിതരണം ചെയ്തു. ന്യൂസ് 18 കേരളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് ഫെലോഷിപ്പ് ഏറ്റുവാങ്ങി. കേരള മീഡിയ കോൺഗ്രസിന്റെ സമാപന ചടങ്ങിൽ വെച്ചാണ് ഫെലോഷിപ്പുകൾ വിതരണം ചെയ്തത്. LICയുടെ 3ാം പാദത്തിലെ സാമ്പത്തിക ലാഭ വിഹിതമായ 2441.44 കോടി രൂപ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കൈമാറി. LIC ചെയർപേഴ്സൺ സിദ്ധാർത്ഥ് മോഹന്തിയാണ് ചെക്ക് കൈമാറിയത്. ഗാന്ധിനഗർ ഗിഫ്റ്റ് സിറ്റിയിൽ ആരംഭിച്ച LICയുടെ അന്താരാഷ്ട്ര ബിസിനസ് സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നിർവഹിച്ചു. ഓക്കെ, അപ്പൊ വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. താങ്ക് യു ആര്യ ഫോർ ദ ഫാസ്റ്റ് ന്യൂസ്. എന്താണെങ്കിലും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്നോടൊപ്പം അതിഥി ഉണ്ട് എന്ന്. അതിഥി എത്തിയിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് അതൊന്നും വേണ്ട. താങ്ക് യു, സ്വാഗതം. നമസ്കാരം. കലേശേട്ടൻ ഈ ആങ്കറിംഗിൽ ഒരു പുതിയ രീതിയൊക്കെ സൃഷ്ടിച്ച ആളാണ്. ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് ആങ്കർ ചെയ്യുന്നതാണ്. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഒരുപാട് നാളെ സ്കൂളിൽ പഠിക്കുമ്പോ ഞാന് പിന്നെ ആദ്യമായിട്ട് 99-ലാണ് ക്യാമറ ഇങ്ങനെ ആങ്കർ അവതാരകനായിട്ട് ഫേസ് ചെയ്യുന്നത്. 99. ഞാൻ ഇന്നലെ എന്തായാലും ഇന്ന് രാവിലെ കലേശ്വരം കാണുമല്ലോ. ഞാൻ യൂട്യൂബ് എടുത്ത് പഴയ വീഡിയോ ഒക്കെ കണ്ടു. അന്നായിരുന്നു സുന്ദരൻ സംശയം. പലതരത്തിലാണ്. മാനവീയത്തിൽ വരാറുണ്ട്. മാനവീയത്തിൽ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഇത് കണ്ടപ്പോഴൊന്ന് നിന്നുപോയതാണ്. സിദ്ധാർത്ഥന്റെ വാർത്തകൾ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രേക്ഷകരെ കാണിക്കണം. ഞാൻ സിദ്ധാർത്ഥ്, ഇവിടെ അട്ടപ്പാടിയിലെ മധു എനിക്ക് കൂട്ടിനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അടികൊണ്ടും വിശന്നുമാണ് മരിച്ചത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഭൂമി അത് എത്ര സുന്ദരമാണെന്നോ. ഞങ്ങളും അവിടെ ജീവിക്കാൻ കൊതിച്ചു, ഒരുപാട് കൊതിച്ചു. ലെറ്റ് എവരിവൺ ലീവ്. എനിക്കൊന്ന് സഹീന്റേതായുള്ള ഒരു ശ്രമമാണ്. ഇത്തരം ആശയങ്ങൾ, സംസാരങ്ങളൊക്കെ ഇത്തരം ഈ പരസ്യമായ വേദിയിൽ വരുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോഴും സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത എത്രയോ നാടുകളുണ്ട്. അതെ, പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഒരു ട്രാവലർ എന്ന് പറയണോ, അഭിനേതാവ് എന്ന് പറയണോ, ആങ്കർ എന്ന് പറയണോ, മജീഷ്യൻ എന്ന് പറയണോ, അല്ലെങ്കിൽ ഇനി വേറെന്തെങ്കിലും? ഏറ്റവും ഇഷ്ടം ട്രാവലർ എന്ന് പറയാനാണ്. ഏറ്റവും ഇപ്പൊ ചെയ്യുന്ന എല്ലാ ജോലികളെക്കാളും ട്രാവൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം പേഴ്സണലി. 19 രാജ്യങ്ങൾ അടുത്തായി. 47 രാജ്യങ്ങൾ കഴിഞ്ഞു. 3 കഴിഞ്ഞാൽ ഹാഫ് സെഞ്ചുറി. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി? ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ടാണോ ഭംഗി വെച്ചിട്ടാണോ? രണ്ടും വേണം. ഭംഗി വെച്ചിട്ടാണെങ്കിൽ എനിക്ക് സാൾസ്ബർഗ് ആണ് ഇഷ്ടം, ഓസ്ട്രിയ. പിന്നെ ആൾക്കാരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടും ആൾക്കാരുടെ ഒരു സ്വീകരണ രീതി വെച്ചിട്ടും എനിക്ക് തോന്നുന്നു നേപ്പാളാണ് നല്ലത്. നേപ്പാളാ? അതെന്ത്? അത്രയും ഗംഭീരം. നിങ്ങളൊരു നേപ്പാളി വില്ലേജിൽ ഈ നേപ്പാളികളല്ല, അല്ല, ഒട്ടുമല്ല. നേപ്പാളികൾ നല്ല ക്യാരക്ടറാണ്. ഞാന് നേപ്പാളിലെ കുറച്ച് വില്ലേജുകളിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹോസ്പിറ്റാലിറ്റിയാണ്.
നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പൊ നൈറ്റി ആയിരിക്കും ഇട്ടേക്കുന്നത്. ആ നൈറ്റിയിൽ കുറച്ച് ഓറഞ്ചുകൾ പറിച്ച് അപ്പൊ തന്നെ ഒരു പേപ്പർ, ഇപ്പൊ പേപ്പറൊന്നും കാണൂലല്ലോ, അപ്പൊ ചിലപ്പോൾ ഒരു കവറിനകത്തിട്ട് നമ്മുടെ കയ്യിൽ തരും. നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തിന്നാനായിട്ട് ആ ഓറഞ്ച് മതി. അത്രയും നല്ല ആൾക്കാരാ. പിന്നെ നമ്മള് ഒരു പ്രാവശ്യം ഫുട്പാത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ഒരു നേപ്പാളി വില്ലേജില് രാവിലെ പോയതാ. ഒരു കല്യാണം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവിടെ കൊയ്ത്ത് ഉണ്ടായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് കറ്റ മെതിച്ച് ഈ കാളയെ കൊണ്ട് ചവിട്ടി അത് മെതിച്ച് ഒരു 3-4 പേര് ഫാമിലി മെമ്പേഴ്സ് അവര് തന്നെയാണ് കൊയ്യുന്നത്. അവിടെ വേറെ കൂലിക്കാരായിട്ട് ആരും കിട്ടില്ല. അപ്പൊ അവര് തന്നെ കൊയ്ത് മെതിച്ച് കൊണ്ടുവരും. ചില ആൾക്കാരുടെ ഇതില് പിന്നെ വൈക്കോലുണ്ടാവും, ചില ആൾക്കാര് മെതിച്ച നെല്ല് കൊണ്ടുവരും. അപ്പൊ എത്രയെങ്കിലും കിലോമീറ്റർ പോയിട്ടാണ് ഇത് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ കൃഷി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് താമസിച്ചു. അപ്പൊ അവിടെ ചെറിയ മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ തിരിച്ചിറങ്ങി വരുന്ന സ്ഥലത്ത്, പിന്നെ ഞാൻ പോയ സ്ഥലത്തിന്റെ പേര് ക്രിസ്റ്റി വില്ലേജ്. ആ ക്രിസ്റ്റി വില്ലേജിൽ നിന്ന് പൊക്രയിലേക്ക് എത്തണമെങ്കിൽ കുറെ ദൂരം പോകണം. ഒരു പുഴ കടക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഈ റോഡിൽ കൂടെ തന്നെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കും. റോഡിന്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ വലിയ ആഴമുള്ള പുഴയല്ല. മഴക്കാലത്ത് മാത്രം അവിടെ ചെറിയ ഗതാഗത നിയന്ത്രണങ്ങൾ വരാറുണ്ട്. അപ്പൊ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഫാമിലി, അവർക്ക് വലിയ മുറികളൊന്നുമില്ല. ഒരു അടുക്കള, ഒരു ഇച്ചിരി വലിയ അടുക്കളയും ഒരു മുറിയാണ് ഉള്ളത്. ഇതിനിടയിൽ ഒരു ചെറിയ ചായ്പ് പോലെ ഒരു സ്ഥലമുണ്ട്. ഈ എന്നെയും അമർജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ക്യാമറമാനും പ്രൊഡ്യൂസർ, അമർജിത്തിനെയും അപ്പുറത്തെ വീട്ടിൽ നിന്ന് മെത്തയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ കിടത്തി ഉറക്കി പിറ്റേ ദിവസം രാവിലെ വെള്ളമൊക്കെ ചൂടാക്കി തന്ന് കുളിക്കാനായിട്ട് ഖീറൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പിന്നെയാണ് തിരിച്ചു വിട്ടത്. അപ്പൊ അത്രയും നമ്മളിപ്പോ ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ഒന്നും ഒരിക്കലും പിന്നെ വീട്ടിൽ കയറ്റി കിടത്താനൊന്നും ധൈര്യപ്പെടില്ല. ഇല്ലല്ല, ചെയ്യൂല. ഇല്ല, അവരങ്ങനെയാണ്. അപ്പൊ ആൾക്കാരുടെ ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് നേപ്പാളാണ് ഇഷ്ടം. സ്ഥലത്തിന്റെ ഭംഗി വെച്ചിട്ടാണെങ്കിൽ സാൾസ്ബർഗ് ആണ് ഇഷ്ടം. ഞാൻ ഈ നേപ്പാൾ എന്ന് പറഞ്ഞ പെട്ടെന്ന് ഞാൻ കരുതിയിട്ട് ഇനി വേറെ ഒരു യൂറോപ്യൻ കൺട്രി അല്ല, ഒട്ടപ്പുറമുണ്ട്. അല്ല, അതിന്റെ ഒരു ചെറിയ വേഷം നമുക്ക് ഇവിടെ മലപ്പുറത്തും നമുക്ക് കോഴിക്കോടും ഒക്കെ കാണാൻ പറ്റും. കണ്ണൂരും പ്രത്യേകിച്ച് വില്ലേജുകളാണ്. സിറ്റിയിലൊന്നും അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വില്ലേജസിലും ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മലപ്പുറത്തുള്ളതിനേക്കാളും ഒരു 4 ഇരട്ടി നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ശരി. അപ്പം ഈ ആദ്യം മജീഷ്യൻ ആവാൻ ആഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ മജീഷ്യൻ ആയിരുന്നല്ലോ ഒരു സ്വപ്നം. അതെ, ഞാൻ ഇങ്ങനെ കണ്ടു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എന്റെ ഒരു വ്യക്തമായിട്ട് ലൈൻ ഉണ്ട്, ഞാൻ ഇത് ശരിക്കും അങ്ങനെ 8ാം ക്ലാസ്സിലൊക്കെ ആലോചിച്ച് തീരുമാനിച്ചു. 8ാം ക്ലാസ്സിൽ തീരുമാനിച്ചിരുന്നു ഗവൺമെന്റ് ജോലിക്ക് പോകില്ല, എനിക്ക് ഈ ലൊക്കേഷൻ മാറുന്ന എന്തെങ്കിലും ജോലി വേണം. അങ്ങനെ ഞാൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോ ഫോട്ടോഗ്രാഫി പഠിച്ചായിരുന്നു. ഫോട്ടോഗ്രാഫി ആകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കാൻ ആരും പറയില്ലല്ലോ. അല്ല, ഈ ജോലിയുടെ ഒരു മഹത്വം അതാ. ഇത് എല്ലാ ദിവസവും ഒരു സ്ഥലം മാത്രം എടുക്കണമെന്ന് ഒരാളും പറയില്ല. എല്ലാ ദിവസവും ലൊക്കേഷൻ മാറ്റി മാറ്റി പിടിക്കാനാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യത്തിന് അങ്ങനെ തന്നെ കിട്ടി. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലെ ആഗ്രഹം കൊണ്ടായിരിക്കും പടച്ചവൻ കുറെ ബോണസുകളും തന്നിട്ടുണ്ട്. ഈ യാത്ര ചെയ്യാനൊക്കെയുള്ള ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു 3-4 യാത്രകൾ മാത്രമേ ടിക്കറ്റ് എടുത്തും ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഫ്രീ, എല്ലാം സ്പോൺസേഴ്സ് ആയിരുന്നു. അതെ, പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു ഈ ഫുഡിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് തന്നെ ഒരു 20-30 ഇടയിൽ രാജ്യങ്ങളിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രം പോയിട്ടുള്ളൂ. 17 രാജ്യങ്ങളിൽ ഫുട്പാത്ത് ചെയ്തു. ഓക്കെ. അപ്പം ഈ ഫുഡിന്റെ ഇതിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് ഈ മാജിക്കിനോടുള്ള താല്പര്യം എങ്ങനെയാണ്? ഇത്രയും മാജിക് പഠിക്കാനുള്ള ആഗ്രഹം ചെറുതലേ മുതലുണ്ട്. ഞാൻ പലരുടെയും മാജിക് കാണുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും സംഭവം, ഇത് ഈ ആള് ഭയങ്കര പിന്നെ ഒരുപാട് കഴിവുകളുള്ള ആളായിരിക്കും, പുള്ളിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുണ്ടാവും. എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതെന്താണെന്നുള്ളത്. ഇത് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് ഇതിനകത്ത് രഹസ്യങ്ങളാണ്. ഇതിനകത്ത് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഈ രഹസ്യം പഠിച്ചെടുക്കാനായിട്ട്, ഇപ്പൊ ഡാൻസ് പഠിക്കാനായിട്ട്, ഡാൻസ് പഠിക്കുന്ന സാധനം തന്നെ നമ്മൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്താൽ മതി. പിന്നെ വയലിൻ പഠിക്കാനായിട്ട്, വയലിൻ പഠിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ പഠിക്കുന്ന കാര്യം ഒരിക്കലും അവർക്ക് പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ അതിന്റെ എഫക്റ്റ് മാത്രമാണ് ഓഡിയൻസിലേക്ക് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഉള്ളിൽ തന്നെ ഒതുക്കണം. അതെ, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും തിരിച്ചങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരാളാണ്. അതെ, അപ്പൊ ഇത് പഠിച്ചെടുക്കാനായിട്ട് ഒത്തിരി പ്രയാസമാണെന്ന് മനസ്സിലായി. പണ്ടാരം ഇത് തന്നെയല്ലോ നമുക്ക് ബുദ്ധി തോന്നിയെന്ന് പറഞ്ഞ് മണ്ടത്തരമായി പോയെന്ന് വരെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തോന്നി. പക്ഷെ ഇത് കഴിഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ ചെയ്യുമ്പോഴത്തേക്കും സന്തോഷമാണ്. അല്ലാണ്ട് ഈ നമ്മുടെ മുതുകാടിന്റെ അടുത്ത് പോയിട്ട് കൃത്യമായി പഠിക്കുമായിരുന്നു? അല്ലല്ല, പുള്ളിയെ കണ്ടു. പിന്നെ
ശരിക്കും ഈ പണ്ട് ആഗ്രഹിച്ചത്, ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും മാജിക് എന്ന് പറഞ്ഞ പോലെയായിരുന്നു സംഭവങ്ങൾ. അപ്പോ പിന്നെ ഞാനിങ്ങനെ അതൊന്നും ആലോചിക്കാതെ ഞാനിങ്ങനെ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്ത് നടക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കൊറിയോഗ്രാഫർ ആയിരുന്നു, ഡാൻസർ ആയിരുന്നു. അപ്പൊ പിന്നെ ഡാൻസ് കളിച്ച് നടക്കും. അതെ അതെ അതെ. അപ്പോ ഈ സമയത്ത് പിന്നെ മുതുകാൽ സാറിന്റെ ട്രൂപ്പിൽ ഒരു കൊറിയോഗ്രാഫറുടെ ആവശ്യം ഉണ്ടായിരുന്നു. അടിപൊളി. അങ്ങനെ പുള്ളിയുടെ കൊറിയോഗ്രാഫറായി, പുള്ളിയുടെ മെയിൻ അസിസ്റ്റന്റായി. അതിനുശേഷമാണ് പഠിക്കാൻ ഞാൻ ഈ ആഗ്രഹം പുള്ളിയോട് പറഞ്ഞു. അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. ഇപ്പൊ ചേരും പറഞ്ഞു. അപ്പൊ പുള്ളി പഠിപ്പിക്കാൻ തുടങ്ങി. മെയിനായിട്ട് അവിടെ രാജമൂർത്തി സാർ എന്ന് പറഞ്ഞിട്ട് മജീഷ്യൻ രാജമൂർത്തി സാറുണ്ട്. മൂർത്തി സാറാണ് ശരിക്കും എന്റെ ഗുരു. പുള്ളിയാണ് എന്നെ പഠിപ്പിച്ചത്. അതുപോലെ പിന്നെ തമിഴ്നാട്ടിലൊരു യോന സാറുണ്ട്. അപ്പൊ ഞാൻ കുറെ നാൾ യോന സാറിന്റെ വീട്ടിൽ ഗുരുകുല വിദ്യാഭ്യാസം പോലെ മൂപ്പരുടെ വൈഫ് മനോന്മണി എന്നാണ് ചേച്ചി അക്കയുടെ പേര്. അവര് നല്ല കോളിക്കുളമ്പൊക്കെ ഉണ്ടാക്കി തരും. ഫുഡ് പണ്ടേ കഴിക്കുന്ന സാർ. അപ്പൊ നല്ല കോളിക്കുളമ്പും ചില സമയത്ത് നമുക്ക് പിന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ തലപ്പാക്കട്ടി ബിരിയാണി പോലത്തെ നല്ല ബിരിയാണി, പല്ലടമാണ് അവരുടെ സ്ഥലം, നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരും. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിനയിലേക്ക് രാവിലെ പുതിനയിലേക്ക് അരച്ച് കറിവേപ്പിലേക്ക് അരച്ച് ഈ അരിയിൽ തേച്ച് വിടും. ഇത് അരി വേവിക്കുന്ന സമയത്ത് പച്ച കളറിലായിരിക്കും. എന്നിട്ട് അതിനകത്താണ് ഈ ചിക്കനൊക്കെ ഇട്ട് വേവിച്ചു തരുന്നത്. ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. അപ്പൊ നിങ്ങളാണെങ്കിൽ പഠിക്കൂല്ലേ? രാവിലെ തന്നെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് വായിൽ വെള്ളം വന്നു. ഉറപ്പായിട്ടും. അപ്പൊ ഒരുപാട് സ്റ്റേജുകളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്റ്റേജ് എന്ന് പറയരുത്. കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ വലിയ ഷോ ചെയ്തത് വെറും 4 എണ്ണമാണ്. മാജിക്കിന് മാത്രമല്ല, ഇപ്പൊ ഈ സ്റ്റേജ് പരിപാടികൾക്ക് മൊത്തം ഡിമാൻഡ് കുറവാണ്. ആണോ? സ്റ്റേജ് പരിപാടികൾക്ക് ഇപ്പൊ ശരിക്കും വീട് പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും മാജിക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും. അതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാറുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന, നമുക്ക് അറിയാലോ, വിളികൾ വരുന്നു, പല രാജ്യങ്ങളിൽ നിന്ന് വിളികൾ വരുന്നുണ്ട്. അപ്പൊ എൻക്വയറീസ് ഇല്ല ഇപ്പൊ. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ചെറിയ ഷോ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഷോ ആക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ അങ്ങനത്തെ ഒരു താല്പര്യം കുറഞ്ഞു. ഇപ്പൊ ഒരുപാട് നാടക സമിതികളുണ്ടായിരുന്നു. അത് മൊത്തം ഈ ഉത്സവകാലമായി കഴിഞ്ഞാൽ ഉത്സവ സ്റ്റേജുകൾ മുഴുവൻ കവർ ചെയ്യാനായിട്ട് നാടക സമിതികൾ ഇപ്പൊ അതിന്റെ പകുതിയേ ഉള്ളൂ. നാടകങ്ങൾ വളരെ ചെറുപ്പത്തിൽ നാടകത്തിലൊക്കെ സജീവമായിരുന്നു. ഇപ്പൊ ഈ തൊട്ടു മുമ്പ് നടന്ന സ്കൂൾ കലോത്സവം കൊല്ലത്ത്, അപ്പൊ കലേശേട്ടന്റെ മകള് ക്ലാക് ക്ലാക് ക്ലിക് ക്ലിക് ക്ലൂ ക്ലൂ അല്ലെ, ഞങ്ങൾ അന്ന് അവിടെ വന്നിരുന്നു. അപ്പൊ ക്ലാക് ക്ലാക് ക്ലിക് ക്ലിക് ക്ലൂ ക്ലൂവിന്റെ എനിക്കൊന്ന് എ ഗ്രേഡ് കിട്ടി. അവൾക്ക് ആക്ടിങ്ങിന് എന്തെങ്കിലും ജില്ലയിൽ വരെ കിട്ടിയിരുന്നു. അപ്പൊ സംസ്ഥാന തലത്തിൽ മികച്ച ആക്ടർക്കുള്ള അവാർഡ് നേടിയ അച്ഛനാണല്ലോ. ഈ മകൾ ആ വഴിയിലേക്ക് തിരിക്കാനുള്ള ആഗ്രഹമുണ്ടോ? ഇല്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അവളെ ആദ്യം നമ്മൾ ഡാൻസ് പഠിപ്പിക്കാനാക്കി, പാട്ട് പഠിപ്പിക്കാൻ നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. അതൊക്കെ ചോരുമ്പോ പന്തടിച്ച പോലെ തിരിച്ചു വന്നു. അവൾക്ക് ജിംനാസ്റ്റിക്സ് പഠിക്കണമെന്നാണ്, അവൾക്ക് സ്പോർട്സിലാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഫുൾ അതിലാണ് ഇത് ചെയ്യുന്നത്. എപ്പോഴും സ്പോർട്സ് ആണ് അവളുടെ മനസ്സിൽ മുഴുവൻ. സ്പോർട്സ് ട്രെയിനർ, ഇൻസ്ട്രക്ടർ ആവണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ടീച്ചർ ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് ചെയ്യാനും ജഡ്ജ്മെന്റ് പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ ഫോക്കസ്ഡാ. അപ്പൊ ഞാൻ പണ്ടേ ഫോക്കസ്ഡ് ആയിരുന്നുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല. അവള് നല്ല ഫോക്കസ്ഡ് ആണ്, അതിനകത്ത് പോകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദിവ്യയുടെ അടുത്ത് ചോദിച്ചു പോലും നാടകത്തിൽ അഭിനയിച്ചോണ്ടെന്ന് ചോദിച്ചു. ദിവ്യ അഭിനയിക്കാൻ പറഞ്ഞു. പക്ഷെ എന്തോ കാരണം കൊണ്ട് അന്ന് അവളെ നാടകത്തിൽ എടുത്തില്ല, ടീമിലെടുത്തില്ല. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു സ്പോർട്സുമായിട്ട് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ പഠനകാലത്ത് കടന്നു പോകുന്നുണ്ടായിരിക്കും അവർ അന്ന് മാറ്റിയത്. അപ്പൊ ഇപ്രാവശ്യം ചോദിച്ചു. അപ്പൊ ദിവ്യ പറഞ്ഞു 10ാം ക്ലാസ്സിലാണ്, അത് വേണ്ട, ഇപ്രാവശ്യം പഠിച്ചാൽ മതി, പഠിച്ച് ജയിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് അവൾ മേടിക്കുന്ന 1 മാർക്കെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് നാടകത്തിന് അങ്ങനെ നാടകത്തിന് പോയപ്പോഴത്തേക്ക് അവൾക്ക് നല്ല മാറ്റം ഉണ്ടായി. നേരത്തെ ഈ സ്പോർട്സിലാണെങ്കിൽ അങ്ങനെ പരസ്പരം സഹായിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കാര്യമായിട്ട് അവളുടെ ഇതിനകത്ത് ഇല്ലായിരുന്നു. അവരവരുടെ കാര്യം നോക്കുക, അവരുടെ സാധനങ്ങൾ സ്വന്തമാക്കി വയ്ക്കുക, അത് വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുക. അതൊക്കെ ഈ സ്പോർട്സിൽ അങ്ങനത്തെ ഒരു റൂളുണ്ട്. എല്ലാവരും എല്ലാം കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര ഷെയറിംഗ് ആണ് എല്ലാ കാര്യങ്ങളും.
ഇല്ലാത്ത ആൾക്കാർക്ക് ഇവർ വീതിച്ചു കൊടുക്കുക. അത് നാടകം പഠിച്ചതിന്റെ ഒരു ഇത് വ്യക്തിപരമായിട്ട് എനിക്കും അനുഭവം ഉണ്ട്. അതായത് ഞാൻ ഇത് പറഞ്ഞ അതെ അതെ രണ്ട് കാര്യങ്ങളല്ല. ഒന്ന് നാടൻ പാട്ടിലും നാടകത്തിലും അതെല്ലാം നാടറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് കൂടുതൽ ഒരു പിള്ളേരുടെ മനസ്സ് മാറ്റാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ട് നാടക കളരിയിലെ അനുഭവങ്ങൾ നമുക്ക് വല്ലാത്ത രീതിയിൽ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അതെ, നമ്മള് ഈ സാധാരണ എപ്പോഴും ഈ സെപ്പറേറ്റ് ആയിട്ട് ഒതുങ്ങാനും എനിക്ക് സിംഗിൾ റൂം വേണമെന്നൊക്കെ പറയുന്നത് നാടകം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കൂട്ടത്തോടെ കിടക്കാനേ നോക്കണം. ഉറപ്പായിട്ട്. മാത്രമല്ല നമ്മുടെ പേരൻസിനൊക്കെ പലപ്പോഴും ഇത്തരം കലാരൂപങ്ങൾക്കോട് ചേർന്ന് വിടാൻ അവർ കൂടുതലും ആഗ്രഹിക്കാറുണ്ടോ സംശയമുണ്ട്. അവർക്ക് അറിയില്ല എല്ലാവർക്കും. ഇപ്പോൾ കുറച്ചു പേർക്ക് അറിയായിരിക്കും, അനുഭവമുള്ളവർക്ക് അറിയായിരിക്കും. അതിനപ്പുറത്തേക്കുള്ളവർക്ക് ഒരുപക്ഷെ ഈ നാടകങ്ങൾക്കൊക്കെ മക്കളെ വിട്ടു കഴിഞ്ഞാൽ ഇത്തരം ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് വരുന്നതെന്ന് അവർക്ക് അറിയില്ല. ഉറപ്പായിട്ടും അറിയില്ല. ഒരു പോസിറ്റിവിറ്റി, ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അത് എനിക്ക് തോന്നുന്നത് അവളുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ ഒരു വർഷം ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, ഭയങ്കര ബോണ്ടാണ്. മറ്റത് ഫ്രണ്ട്സൊക്കെ ഒരു ഫിക്സഡ് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും, ബാക്കിയൊക്കെ ഇതായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നാടകത്തിലെ ഒരു ടീം തന്നെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അവരെല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു അറ്റാച്ച്മെന്റ് വലുതാണ്. പിന്നെ സാറുമായിട്ടൊരു നിരന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ശരി. അപ്പൊ ഈ ഇത്രയും ഫുഡിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഫുഡ് വ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രാജ്കലേഷ് ഇത്രയും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ നന്നായിട്ട് അധ്വാനിക്കും, വർക്കൗട്ട് ചെയ്യും. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മ്യൂസിയത്തിൽ ഒരു ഓട്ട ടീമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് പ്രോഗ്രാംസും ഉണ്ട്. ഞാൻ സിംഗിൾ ആയിട്ടും അല്ലെങ്കിൽ ഞാൻ മാത്തുക്കുട്ടിയും കൂടെ ചെയ്യുന്ന തരം കുറച്ച് ഫാമിലി ഗെയിംസും ഷോസും കുറച്ച് ഇപ്പൊ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എന്റർടൈനേഴ്സ് ആയിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ ഉണ്ടാവും. പോയിട്ട് പ്രോഗ്രാം ചെയ്യും, പുറത്തൊക്കെ പോയി പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ള ഒരു പ്രധാന വരുമാന മാർഗം. അതായത് മീൻസ് ഈവന്റുകളിൽ പങ്കെടുത്ത് ചെയ്തല്ലോ. ഇന്ന് പോവും. നാളെ എനിക്ക് പെരുമ്പാവൂർ സൈഡില് ഒരു കോളേജിൽ പരിപാടിയുണ്ട്. ഓക്കെ. അപ്പോ കുട്ടികളുടെ ഇടയിൽ പോയിട്ട് ഇന്ററാക്റ്റീവ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്തും കഴിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം പറയുന്നുണ്ടൊന്നും തോന്നല്ലേ, മാമനോടൊന്നും തോന്നല്ലേ, അല്ല എൽദോയ്ക്ക് കൊതിയായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. ആനന്ദഭവൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ഒരു ഹോട്ടലുണ്ട്. ആ ആനന്ദഭവനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലോകത്ത് എവിടെ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദഭവനാണ്. മീനിന്റെ മുട്ടയുടെ തോരൻ, രാവിലെ മീനിന്റെ മുട്ടയുടെ തോരൻ, അത് മത്തിയുടെ മുട്ട കിട്ടുന്ന ദിവസം മത്തിയുടെ മുട്ട, ഏട്ടമുട്ട കിട്ടുന്നെങ്കിൽ ഏട്ടമുട്ട, അങ്ങനെ മുട്ടയുടെ തോരൻ ഈ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കിട്ടും. പുട്ടും മുട്ടയുടെ തോരനും. അതുപോലെ കല്ലുമ്മക്കായി എന്ന് പറയുന്ന മുരു അറിയാമോ? കല്ലുമ്മക്കായ ഇത് വലിയ മറ്റേ പാറയുടെ മുകളില് ഇങ്ങനെ മുരു ഒട്ടിയിരിക്കും. ഓയിസ്റ്റർ. ആ മുരു ഇങ്ങനെ കുത്തിയിളക്കി, ചുപ്പിക്കത്തി കൊണ്ട് കുത്തിയിളക്കി അതിങ്ങനെ എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഇടും, നേരെ തിരിച്ചു വിടും, അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുതരും. മുരുവും പുട്ടും പിന്നെ കല്ലുമ്മക്കായും പുട്ടും പിന്നെ മീൻ മുട്ടയും പുട്ടും പിന്നെ എല്ലാ തരം മീൻ പൊരിച്ചതും രാവിലെ നമ്മുടെ മേശയിൽ റെഡിയാണ്. മീനാണ് ഇഷ്ടം. അപ്പോ ആനന്ദഭവനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ തൃശ്ശൂർ സഫയർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ രാവിലെ മട്ടൺ ലിവർ കിട്ടും. പിന്നെ രാവിലെ ബീഫ് കിട്ടുന്ന കടകളെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അടിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ല ഒരിക്കലും ഇല്ല. അത് മാത്രമല്ല അധികം വൈകാതെ എണീറ്റ് ഒരു 1.5 മണിക്കൂറിനുള്ളിലെങ്കിൽ ഈ പണ്ടാരം കിട്ടിയില്ലെങ്കിൽ ഭ്രാന്താവും. വേറെ ലഞ്ച് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഡിന്നർ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല. ദിവ്യക്ക് രാവിലെ എണീച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം വീട്ടിൽ പ്രശ്നമില്ല. നിർബന്ധമുണ്ടോ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇല്ല, എന്തുണ്ടാക്കി തന്നാലും കഴിച്ചോളും. കൂടുതൽ നോൺ വെജ് ആണ് ഇഷ്ടം. പക്ഷെ മൊത്തം ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നോൺ വെജ് ഒക്കെ കഴിക്കുന്നു, ഇതൊക്കെ കഴിക്കുന്നെങ്കിൽ 2-3 ദിവസം വെജും കഴിക്കും. കാരണം നമുക്ക് ഇത് മാത്രം പോരാ, പ്രോട്ടീൻ മാത്രം പോരാ, അപ്പൊ ഫൈബറും വേണം. അപ്പൊ ചില ദിവസം സാമ്പാറും തൈരും
ഇതൊക്കെ ആയിരിക്കും. പക്ക വെജിറ്റേറിയൻ. എന്തും ആവും കഴിക്കും, എല്ലാം കഴിക്കും, എല്ലാം ഇഷ്ടമാണ്. നമ്മൾ ഈ ഫുഡ് പറയുമ്പോ ഇപ്പൊ നമ്മൾ ഈ ഫുഡിനെ പറഞ്ഞു നമുക്ക് നാവിലൊക്കെ വെള്ളം വന്നു, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ ഫുഡിന്റെ ഒരു ഭയങ്കര മാഹാത്മ്യ രുചിയൊക്കെ അറിയാം നമ്മൾ പട്ടിണി വരുമ്പോഴാണ്. അതെ അതെ, അങ്ങനെ നേരിട്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ ഒരു തവണ നമ്മൾ ഈ പൂജപ്പുര വന്ന് താമസിച്ച സമയത്ത് മാജിക്കിന്റെ ഒരു സമയം, മാജിക്കിന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതുകാട് സാറിന്റെ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങി ഞാന് പിന്നെ പല ചാനലുകളിൽ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പല ഡയറക്ടർമാരുടെയും കൂടെ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോഗ്രാമിന് അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ പോലെ ആ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവും. ആ പ്രോഗ്രാം തീരുമ്പോ പോവും, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. കോൺട്രാക്ട് ബേസ്. നമ്മുടെ മുഷ്താഖ് സാറിന്റെ കൂടെ ഞാൻ ഒരുപാട് കാലം അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിന്നെ ഇമ്പിച്ചി ബാബസാറിന്റെ മുഷ്താഖ് സാറിന്റെ കൂടെ ഒരുപാട് കാലം അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പുള്ളിയാണ് എന്റെ ഇതിലെ ആദ്യത്തെ ഗുരു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് ഓഫ് കേരള വന്ന സമയത്ത് ബിന്ദു സാറിന്റെ കൂടെ ആയി വർക്ക് ചെയ്യാൻ. അല്ല, ഞാൻ ചോദിച്ചു പട്ടിണിയെ പറ്റി. അല്ല, ഞാൻ ഈ കാലത്ത് ഞാൻ എല്ലാ പരിപാടികളും നിർത്തിയിട്ട് മാജിക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. മുതുകാട് സാറിന്റെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി, ഞാൻ TV ചാനലുകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് മജീഷ്യൻ ആവാനായിട്ട്. അപ്പൊ അതിന് മുമ്പത്തെ എന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കൊച്ചു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് 78,000 രൂപ പോക്കറ്റ് ഇട്ടുണ്ടെന്ന് നടന്നത്. കാരണം ഓരോ ഡാൻസ് പ്രോഗ്രാമിനും 3,000 രൂപ വെച്ച് കിട്ടും. ഇവരെല്ലാരും 300 രൂപയൊക്കെ കൊടുത്ത് ഒതുക്കി കഴിഞ്ഞാലും എന്റെ കയ്യിൽ 1,000 രൂപയുണ്ടാവും. അപ്പൊ ഒരു 70 പ്രോഗ്രാം കഴിയുമ്പോൾ 78,000 രൂപ ഉണ്ടായിരുന്നു എന്റെ പോക്കറ്റില്. അല്ല, സീരിയസ്ലി. അപ്പൊ ഞാൻ ഈ പൈസ തീർക്കാനായിട്ട് പെൺപിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും, പിള്ളേർക്ക് ആൺപിള്ളേർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും, പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ചു കൊടുക്കും. അവിടെ ക്യാൻറ്റീനിൽ അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ ഭയങ്കര ഹീറോ ആയിട്ട് നകളിക്കുന്ന സമയത്താണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. ഞാൻ ഷോ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ആവുന്നത്. അങ്ങനെ എല്ലാ സമ്പാദ്യവും എടുത്ത് എന്റെ ബാങ്ക് ബാലൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എടുത്ത് മാജിക്കിന്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇപ്പൊ പ്രോഗ്രാം വരും, നാളെ വരും, മറ്റന്നാൾ വരും, വിളി എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്നില്ല. അപ്പൊ ഞാനും ഷാജി എന്ന് പറഞ്ഞിട്ട്, ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് പയ്യൻ നിലമ്പൂരുണ്ട്, അവനിപ്പം സെറ്റിൽഡാ. പിന്നെ അജി റോയ് എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുമുണ്ട്. അജി റോയ് സാർ കല്ലറയുള്ള ആളാണ്, ഇവൻ മലപ്പുറത്തുള്ള ആളാണ്. അപ്പൊ നമ്മളുടെ 3 പേര് കൂടെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഒരു പൈസയും തിരിച്ചു വന്നില്ല. ഒരു ഷോ, 1-2 ഷോയൊക്കെ വന്ന് നമുക്ക് ജീവിക്കാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണോ? വലിയ ഇൻവെസ്റ്റ്മെന്റാ. നമ്മുടെ 3 പേരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ഷാജി എന്താ ദുരന്തം എന്ന് വെച്ചാൽ ഷാജിക്ക് 2 കാറുകളുണ്ടായിരുന്നു. അസ്മ ട്രാവൽസ് എന്ന് പറഞ്ഞ ഒരു ട്രാവൽ നടത്തായിരുന്നു. അപ്പൊ ഇവന്റെ കാറുകൾ രാവിലെ പോകുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ പൈസ വരുന്നുണ്ട്. വാടക കൊടുക്കുന്നതിന്റെ മെയിൻ സോഴ്സ് അവന്റെ പൈസയാണ്. ഈ കാറ് നമ്മുടെ മാജിക്കിന് വേണ്ടിയിട്ട് വിറ്റു. അപ്പൊ അവനും ഇതായി. അവസാനം നമ്മുടെ പൂജപ്പുര കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കടയില് ഉച്ചയ്ക്ക് പോയിട്ട് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അത് ഇത് ഭയങ്കര ഇത് പട്ടിണി കിടക്കുന്നവർക്ക് ഒരു പിന്നെ എന്താ ഒരു കോഴ്സ് ആയിക്കോട്ടെ. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് TV കാണും. ഈ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ TV കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ ചിലപ്പോ ഒരു പഞ്ചസാര ഇല്ലാത്ത കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോ കുറച്ച് മിച്ചർ ഉണ്ടാവും, അതൊക്കെ കഴിച്ച് TV കണ്ടോണ്ടിരിക്കും. വെളുപ്പാൻ രാവിലെ 3 മണി വരെ TV കണ്ടോണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ എണീക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഒരു നേരം ആ ഉച്ചയ്ക്ക് 12 മണിക്ക് എണീക്കുന്നു, കുളിക്കുന്നു, റെഡിയാവുന്നു, നേരെ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കടയിൽ ചെല്ലുന്നു. ആരും കഴിക്കുന്നതിന് മുമ്പ് എല്ലാ കറികളും ഉണ്ടാവും. മൊത്തം കറികളും കൂട്ടി നമ്മൾ ഊണ് കഴിക്കുന്നു. ഊണ് മാത്രമേ അതിനകത്ത് സ്പെഷ്യൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം മൊത്തം പോകും. അടുത്ത ദിവസം ഊണ് കഴിക്കാൻ പോലും പറ്റൂല. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് അവസാനം കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞു, കലേഷേ, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഡിന്നറും കഴിക്കുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്തു, ഇത് കഴിച്ചോ, പൈസ പിന്നെ എപ്പോഴെങ്കിലും കിട്ടുന്നെങ്കിൽ തന്നാ മതി എന്ന് പറഞ്ഞു. ആ പൈസ ഇതുവരെയും കൊടുത്തിട്ടില്ല. കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കട ഇപ്പോഴും ഉണ്ട്. ഓർമ്മയാണ്, സ്നേഹമാണല്ലോ. പക്ഷെ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാ. പ്രത്യേകിച്ച് ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ. ഇതുപോലത്തെ കസ്റ്റികൾ വേണ്ട നമുക്ക് മോർണിംഗ് ഷോയില് രാവിലെ വന്നിട്ട്. അതെ, അല്ല സീരിയസ് ആയിട്ട് കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ബീഫ് കഴിച്ചിട്ടില്ലെങ്കിൽ നേരെ പൂജപ്പുരയിലേക്ക് പോവുക, കൃഷ്ണ ഹോട്ടലിലേക്ക് പോവുക, ബീഫ് ഇന്ന് വന്നാൽ ഞാൻ മേടിച്ചു തരാം. ആയിക്കോട്ടെ. അപ്പം നമ്മളെന്തായാലും ഞാനൊരു ചെറിയ ഈ ഇടയ്ക്ക് വാർത്തയും വർത്താനം ഒക്കെ ഉണ്ട്. ഞാനൊരു റിപ്പോർട്ട് പോയ ശേഷം കലാശയിലേക്ക് തിരിച്ചെത്താം. വേറെ ഒന്നുമില്ല, നമ്മളൊരു പ്രദേശമുണ്ട്. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഒരു രാജ്യത്തും കുറച്ച് ദിവസം വേറെ രാജ്യത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാനവീയം വീഥി ഇന്നിപ്പോ പിന്നെ ഇന്ത്യയിലും നാളെ ശ്രീലങ്കയിലും ആണെങ്കിലോ
അങ്ങനത്തെ സ്ഥലമുണ്ട് രാജ്യം അല്ല, സഞ്ചരിച്ചല്ലേ? അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ട് ടാൻസാനിയയിൽ പോയ സമയത്ത് ടാൻസാനിയ കെനിയ ബോർഡർ ഇങ്ങനെ കാണായിരുന്നു. ഒരു സ്തൂപം വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ടി എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു സൈഡിൽ ടി. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പുറത്തോട്ട് ചാടിയാൽ ടാൻസാനിയ, ഇപ്പുറത്തോട്ട് ചാടിയാൽ കെനിയ. ഇതൊരു പീസ് ഐലൻഡാണ്. അതെ, ഇത് ഇപ്പറ സ്പെയിൻ ഇപ്പറ ഫ്രാൻസ് അങ്ങനെയാണ്. അപ്പം ജനുവരി 31 അവിടെ കിടന്നുറങ്ങിയാൽ ഫെബ്രുവരി 1 ആകുമ്പോ നമ്മൾ ഫ്രാൻസിലാവും. നേരെ തിരിച്ചു ഫെബ്രുവരി ടു ജൂലൈ ആണെന്ന് തോന്നുന്നു സ്പെയിൻ. അപ്പൊ അങ്ങനെ വർഷത്തില് 2 രാജ്യത്ത് താമസിക്കാം ഒരേ സ്ഥലത്ത് നിന്നിട്ട്. അടിപൊളി പരിപാടി. ഒന്ന് കണ്ടിട്ട് നമുക്ക് മോണിവേഴ്സ് മടങ്ങിയെത്താം, വേഗം തിരികെ എത്താം. പീസൻ ഐലൻഡിന്റെ വിശേഷം കണ്ട ശേഷം മടങ്ങിയെത്തും. കലേഷായിട്ട് നമ്മളൊപ്പം തുടരുകയും ചെയ്യും. നിങ്ങൾക്കറിയാമോ 6 മാസം കൂടുമ്പോൾ രാജ്യം മാറുന്ന ഒരു ഭൂപ്രദേശത്തെക്കുറിച്ച്? കേൾക്കുമ്പോൾ കൗതുകകരമായി തോന്നാം. ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ പ്രദേശത്തേക്കാണ്. ലോകത്തിൽ 6 മാസം കൂടുമ്പോൾ രാജ്യം മാറുന്ന ഒരേയൊരു പ്രദേശമേ ഉള്ളൂ എന്നതാണ് ഈ പ്രദേശത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ ദ്വീപിൽ നിങ്ങൾ ജനുവരി 31 രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ ഫെബ്രുവരി 1 പുലരുമ്പോൾ ഉറങ്ങിയ രാജ്യത്തായിരിക്കില്ല നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. അത്രയേറെ വിചിത്രമായൊരു ഭൂപ്രദേശമാണ് നാം കാണാൻ പോകുന്നത്. ഇത് ഫെസന്റ് ദ്വീപ്. ഏകദേശം 660 അടി നീളവും 130 അടി വീതിയുമുള്ള ചെറിയൊരു പ്രദേശം. ഫ്രാൻസിനെയും സ്പെയിനെയും വേർതിരിച്ചൊഴുകുന്ന ബിഡാസോവ നദിയിലാണ് ഈ ചെറുദ്വീപുള്ളത്. ഈ ദ്വീപ് 6 മാസം സ്പെയിനിന്റെ ഭരണത്തിലും തുടർന്നുള്ള 6 മാസം ഫ്രാൻസിന്റെ ഭരണത്തിലുമാണ് എന്നതാണ് ലോക ഭൂപടത്തിൽ ഈ ചെറുപ്രദേശത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ ചെറുദ്വീപിന് ചുറ്റും ബിഡാസോവ നദിയാണ്. ഇവിടെ നിന്നാൽ ഫ്രാൻസും സ്പെയിനും കാണാൻ കഴിയും. കരയിൽ നിന്നും വെറും 50 മീറ്റർ അകലെയാണത്രേ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് നാം ആദ്യം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് കാണാൻ ഇവിടെ ഒന്നുമില്ല എന്നതാണ് വാസ്തവം. ഒരു ഫ്രഞ്ച് കോട്ടയും ഒരു സ്പാനിഷ് കോട്ടയും മാത്രമാണ് ഇവിടെയുള്ളത്. ഒരു റെസ്റ്റോറൻറ്റ്, ഒരു പൂന്തോട്ടം, ഒരു പള്ളി, ഇത്രയുമായാൽ ഫെസന്റ് ദ്വീപിലെ കാഴ്ചകൾ പൂർണ്ണമാകും. അതായത് ഇവിടെ സ്ഥിരതാമസക്കാരായി ആരുമില്ല എന്ന് നമുക്ക് ഈ പ്രദേശം കാണുന്നതോടെ വ്യക്തമാകും. ജനവാസമോ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വിഭവങ്ങളോ ഇല്ലാതിരുന്നിട്ടും എന്തിനാണ് ഈ രാജ്യങ്ങൾ ഈ ഭൂമിയെ 6 മാസം വീതം കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നത്? അതും 3.5 നൂറ്റാണ്ടിലേറെയായി. അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട്. ഇനി നമ്മൾ തേടുന്നത് ആ കാരണങ്ങളാണ്. പൈറനീസ് ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായാണത്രേ ഈ ദ്വീപിനെ ഇരു രാജ്യങ്ങളുടെയും പൊതു സ്വത്താക്കി മാറ്റിയത്. ലോകത്ത് ഒന്നിലധികം രാജ്യങ്ങൾക്ക് അവകാശമുള്ള പ്രദേശങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ 6 മാസത്തെ ഇടവേളകളിൽ പരമാധികാരം 2 രാജ്യങ്ങൾ പങ്കിട്ടെടുക്കുന്ന ഭൂപ്രദേശം എന്ന വിശേഷണം ഫെസന്റ് ദ്വീപിന് മാത്രം സ്വന്തമാണ്. 1600കളിൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ നടന്ന 30 വർഷത്തെ യുദ്ധം അവസാനിപ്പിച്ചത് ഫെസന്റ് ദ്വീപിൽ വെച്ച് 1659 ഫ്രാൻസ് മുഖ്യമന്ത്രി കർദിനാൾ മിസാറിനും സ്പെയിനിലെ ഗ്രാൻഡിയായ ലൂയിസ് ഡി ഹാരോയും തമ്മിൽ ഒപ്പുവെച്ച പൈറനീസ് ഉടമ്പടിയോടെയാണ്. ഇതിനു മുന്നോടിയായി ഇരുവരും തമ്മിൽ 24 തവണയാണ് ഇവിടെ വെച്ച് ചർച്ച നടത്തിയത്. ഫ്രാൻസും സ്പെയിനും തമ്മിൽ കൃത്യമായി അതിർത്തി നിലവിൽ വരുന്നത് പൈറനീസ് ഉടമ്പടിയോടെയാണ്. അതിനു മുമ്പ് വരെ ഫെസന്റ് ദ്വീപ് സംബന്ധിച്ച് അവകാശവാദങ്ങളൊന്നും ഉയർന്നിരുന്നില്ല. 1659 നവംബർ 7 പൈറനീസ് ഉടമ്പടി നിലവിൽ വന്നു. കരാർ അനുസരിച്ച് ബിഡാസോവ നദിയുടെ പകുതി വെച്ച് ഇരു രാജ്യങ്ങളും പങ്കിട്ടെടുത്തപ്പോൾ നദീമധ്യത്തിലുള്ള ഈ ദ്വീപ് എന്ത് ചെയ്യുമെന്ന ചോദ്യം ഉയർന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നാം ഇവിടെ കാണുന്ന ഈ ഇരുരാഷ്ട്ര ഭരണം. ഫ്രഞ്ച് രാജാവ് ലൂയി 14നും സ്പാനിഷ് രാജാവായ ഫിലിപ്പ് 4ന്റെ മകളും തമ്മിലുള്ള രാജകീയ വിവാഹത്തിന് ഈ ദ്വീപ് സാക്ഷ്യം വഹിച്ചതോടെ VVIP പരിഗണന ഈ ദ്വീപിന് ലഭിച്ചു. ഇതിനുശേഷം നിരവധി രാജകീയ വിവാഹങ്ങളും തടവുകാരുടെ കൈമാറ്റങ്ങളും ഈ ദ്വീപിൽ നടന്നു. ദ്വീപിൽ സ്മാരകങ്ങളൊന്നുമില്ല. ഈ സംഭവങ്ങളെ വിശദീകരിക്കുന്ന ഒരു സ്മാരക ലിഖിതമടങ്ങിയ ഒരു ഏകശിലാ രൂപം മാത്രം. അങ്ങനെ സ്പെയിനിനെ അഭിമുഖീകരിക്കുന്ന സ്മാരകശിലയുടെ വശം സ്പാനിഷ് ഭാഷയിലാണ്. ഫ്രാൻസിനെ അഭിമുഖീകരിക്കുന്ന വശം ഫ്രഞ്ചിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. സ്പാനിഷ് പട്ടണമായ സാൻ സെബാസ്റ്റ്യനിലെ നാവിക കമാൻഡറും ബയോണിലെ ഫ്രഞ്ച് കമാൻഡറും ദ്വീപിന്റെ ഗവർണർമാരായോ വൈസ്രോയിമാരായോ പ്രവർത്തിക്കുന്നു.
ദ്വീപിലെ ഭരണം നടത്തുന്നത് സ്പെയിനിലെ നഗരമായ ഇരുണിന്റെയും ഫ്രാൻസിലെ നഗരമായ ഹെൻഡേയുടെയും മേയർമാരാണ്. ഭരണമെന്ന് പറയുമ്പോൾ അനധികൃതമായി ആളുകൾ കയറാതെ നോക്കുക, പുല്ലുവെട്ടുക എന്ന് മാത്രമാണ് കേട്ടോ. 2018 ജനുവരിയിലെ കണക്കനുസരിച്ച് ദ്വീപിന് ഏകദേശം 200 മീറ്റർ നീളവും 40 മീറ്റർ വീതിയും ഉണ്ടായിരുന്നു. നദിയുടെ ശക്തമായ ഒഴുക്കിൽ ഈ ദ്വീപ് ശോഷിച്ചു വരികയാണത്രേ. സംഭവം രണ്ട് രാജ്യങ്ങളുടെയും സ്വത്താണെങ്കിലും ഈ ദ്വീപ് ഭൂമിശാസ്ത്രപരമായി സ്പെയിനിന് അവകാശപ്പെട്ടതാണെന്ന ഒരു വാദവും നിലവിലുണ്ട്. അതിന് കാരണം ഈ ദ്വീപിന്റെ കിടപ്പാണ് കേട്ടോ. ബിഡാസോവ നദിയുടെ വടക്കൻ തീരത്തോട് ചേർന്നാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഫെസന്റ് ദ്വീപിന്റെ മുഴുവൻ പ്രദേശവും സ്പെയിനിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെയാണ് എന്ന് പറയാം. വേനൽക്കാലത്ത് സ്പാനിഷ് ഭാഗത്തു നിന്ന് കാൽനടയായി ദ്വീപിലെത്താം. ആ ഭാഗം അപ്പോഴേക്കും വറ്റി വരണ്ടിരിക്കും. ഇത്രയും കേട്ടപ്പോൾ അവിടേക്കൊന്ന് പോയാലോ എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അതത്ര എളുപ്പമല്ല എന്നതാണ് സത്യം. പൊതുജനങ്ങൾക്ക് ഇവിടേക്കുള്ള പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന ചടങ്ങുകൾ, അതായത് രാജകീയ വിവാഹം പോലുള്ള ചടങ്ങുകളിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. പിന്നെ ഇവിടേക്ക് പ്രവേശിക്കാനാകുന്നത് ഇരുൺ അല്ലെങ്കിൽ ഹെൻഡേയിലെ മുനിസിപ്പാലിറ്റി ജീവനക്കാർക്കാണ്. ശുചീകരണത്തിനും പൂന്തോട്ട പരിപാലനത്തിനുമായി 6 മാസത്തിലൊരിക്കൽ ഇവർക്ക് ദ്വീപിലേക്ക് പ്രവേശിക്കാം. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചരിത്രപരമായി വലിയ പ്രാധാന്യം ഈ ചെറുദ്വീപിനുണ്ട്. ചിരവൈരികളായിരുന്ന രണ്ട് രാജ്യങ്ങളെ സൗഹൃദ രാജ്യങ്ങൾ മാത്രമല്ല, ബന്ധുക്കൾ കൂടിയാക്കി മാറ്റിയതിൽ ഈ ചെറുദ്വീപിന്റെ പങ്ക് വലുതാണ്. 3 പതിറ്റാണ്ട് നീണ്ട യുദ്ധത്തിന് ശേഷം 3.5 നൂറ്റാണ്ടോളം ഫ്രാൻസിനെയും സ്പെയിനെയും സൗഹൃദത്തിന്റെ കുടക്കീഴിൽ നിർത്തുന്നതിന് ഈ ചെറുദ്വീപ് വഹിച്ച പങ്ക് അത്ര പെട്ടെന്നൊന്നും വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ, അപ്പൊ വീണ്ടും മോർണിംഗ് ടൈംസിലേക്ക് വീണ്ടും ചേരുകയാണ്. നമ്മളപ്പം എന്തായാലും രാജ് കലേഷിനൊപ്പം തുടരുന്നു. കലേഷേട്ടാ, ഈ നമ്മൾ ഈ വർത്താനം പറഞ്ഞപ്പോഴാണ് ഈ രാജ്യങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞത്. അതിനിടയിൽ കുറച്ച് പേരൊക്കെ വന്നു പോയിട്ടോ ഈ സ്റ്റോറി പോകുന്നതിന്റെ ഇടയിൽ. അപ്പം കലേഷേട്ടന്റെ കരിയർ തുടങ്ങുമ്പോൾ എന്നെ ഒരു ആങ്കർ ആക്കാമോ? അല്ല, മീൻസ് അങ്ങനെ പോയതല്ലല്ലോ. അതായത് മാജിക്കിന്റെ ഒരു ഷോ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ടിവിയിൽ മുഖം കാണിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ 8ാം ക്ലാസ് മുതൽ എന്റെ ആഗ്രഹങ്ങൾ തുടങ്ങുമ്പോ ദൂരദർശനിൽ അമൂൽ സുരഭി എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് ചെറിയ 5 മിനിറ്റ് സെഗ്മെന്റിലൊക്കെ പിന്നെ വൈകുന്നേരം അമൂൽ സുരഭിയില് വൈകുന്നേരമാണ് ചെയ്യുന്നത്. നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന ഒരു സമയത്താണ്. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു രാത്രിയിൽ വേറെ ടെലികാസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ വൈകുന്നേരമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ അമൂൽ സുരഭിക്കകത്ത് ഒരു ട്രാവലർ വന്നിട്ട് ഏതെങ്കിലും ഒരു നാട്ടിനെ പറ്റിയിട്ട് ചെറിയ സാധനമൊക്കെ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഭയങ്കര സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു ആഗ്രഹവും അതിന്റെ കൂടെ തന്നെ ഉണ്ടായി. അങ്ങനെയാണ് പിന്നെ ഈ നടന്നു ചെയ്യുന്ന ജോലികൾ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അപ്പൊ ആ അമൂൽ സുരഭിയും പിന്നെ ആങ്കറിംഗിൽ അന്നു കപൂർ എന്ന് പറയുന്ന മേരി ആവാസ് സുനോക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു അവതാരകൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ അന്നു കപൂർ ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടം പിടിച്ച താരങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്നു കപൂർ സിനിമയിലൊക്കെ വന്നു. സിനിമയിലൊന്നും പുള്ളി അത്രയും ഇതായില്ല. പക്ഷെ അന്ന് മേരി ആവാസ് സുനോ അവതരിപ്പിക്കുന്ന അന്നു കപൂറിനെ അത് ഓർമ്മയുള്ളവർക്കറിയാം. അസാധ്യ ഒരു മ്യൂസിക് ഷോ ഒന്നും ആരും അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പുള്ളിയൊക്കെ കണ്ടിട്ടാണ് ഈ ടിവിയിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നതും യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്നതും. അങ്ങനെ എപ്പോ ചാൻസ് കിട്ടിയാലും ടിവിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ ചാൻസ് ഒന്നും കിട്ടിയില്ല. ചെന്നപ്പോ പറഞ്ഞു വേണമെങ്കിൽ ഒരു ഫുഡ് ഷോ ചെയ്യും. അതെ അതെ, അല്ലല്ല അല്ല ഞാൻ അതിനു മുമ്പ് എന്റെ ആദ്യത്തെ ഷോ ബേവാച്ച് ബെല്ലെ ബെല്ലെ എന്ന് പറഞ്ഞ് ബേവാച്ച് എന്ന് പറയുന്ന ഒരു വാട്ടർ തീം പാർക്കിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്ന ഷോ ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ സായാഹ്നം ചെയ്തു, പിന്നെ സുപ്രഭാതം ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് എന്റെ ഫുഡിന്റെ ഷോയിലേക്ക് വരുന്നത്. കുറെ ഷോ ഉണ്ടായിരുന്നു, ആരും ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫുഡിന്റെ ടേസ്റ്റ് ഓഫ് കേരള അതിൽ ബൈക്കൊക്കെ ആയിട്ട് വരുന്നതും അത് ഞാൻ വളരെ എൻജോയ് ചെയ്തു. ഫുഡിയാണ് ബേസിക്കലി, പക്ഷെ ഫുഡിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. ഞാൻ പിന്നെ അതിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഫുഡിനെ കുറിച്ച് പഠിക്കാൻ പോയതും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പഠിച്ചതും. നമ്മുടെ പ്രൊഫഷണൽ കുക്കറി കോഴ്സ് ചെയ്തായിരുന്നു, പിന്നീട് ചെയ്തു. ആദ്യം ഇല്ല, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അവിടെ പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു അധ്യാപകൻ കൂടിയാണ്. ഞങ്ങൾ ഇപ്പൊ ഇന്നത്തെ മോർണിംഗ് വൈബ്സിന്റെ ഒരു ഗ്രാഫിക്സ് കാർഡ് പുറത്തിറക്കുമ്പോൾ എന്ത് വെക്കണം എന്നുള്ളൊരു എനിക്ക് ഇപ്പോഴും സംശയം. ഞാൻ സീരിയസ്ലി എന്താണ് ഇങ്ങനെ ആക്ടർ, ആങ്കർ, പിന്നെ ഷെഫ്, മജീഷ്യൻ, എന്ത് വെക്കണം? അല്ല, ഇപ്പൊ ഞാൻ വേറൊരു ഈ കൊറോണ ആയപ്പോഴത്തേക്ക് നമ്മള് പിന്നെ പ്രോഗ്രാം കുറഞ്ഞല്ലോ, മാജിക് ഷോ ഭയങ്കരമായിട്ട് കുറഞ്ഞു.
അപ്പോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊറോണ കഴിഞ്ഞിട്ട് 4 ഷോ ആകെ ചെയ്തു. അപ്പൊ കൊറോണ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഷോയും ഇല്ലാതെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ സിനിമ ഒരു പരിധി വരെ ഒഴിവാക്കി വെച്ചത് മാജിക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് കൂടുതൽ ഞാൻ ഇതിന് പോയി കഴിഞ്ഞാൽ ഇത് തീരുമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ മാജിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ കുറെ സിനിമകൾ ഞാൻ വന്ന ചാൻസ് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ ഞാൻ ഒഴിവാക്കി വെച്ചത് ഈ ഇതുള്ളതുകൊണ്ടാണ്. പിന്നെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന്റെ സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ചെറിയ ഈ മിന്നൽ ഇതായിട്ടുള്ള വേഷങ്ങളാണ്. ഈവൻ മാത്തുവിന്റെ സിനിമ നടക്കുന്ന സമയത്തും മാത്തൊരു ഓഫറൊക്കെ തന്ന സമയത്തും ഞാൻ പറഞ്ഞു എടാ വേണ്ട, ഞാൻ എന്തെങ്കിലും മിന്നായം പോലെ വന്നു പറയുന്ന എന്തെങ്കിലും സാധനങ്ങൾ മതി എന്ന് പറഞ്ഞു. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഷോ ഉണ്ടാവില്ല, കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഞാൻ തമിഴിലൊരു സിനിമ വില്ലനായിട്ട് ചെയ്തു. ജാസ്പർ എന്നാണ് സിനിമയുടെ പേര്. ട്രെയിലറുണ്ട്, OTT-യിൽ വന്നിട്ടില്ല. OTT 17 ദിവസം സിനിമ ഓടി. ആണോ? ഈ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ, തമിഴിലാണ് സിനിമ, തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ 17 ദിവസം ഓടി. മെയിൻ കാസ്റ്റ് പിന്നെ നമ്മുടെ കാക്കമുട്ടയിലെ ബാലസാറാണ് മെയിൻ കാസ്റ്റ്. പുള്ളിയാണ് ജാസ്പർ. ഓക്കെ, നമ്മളെ ഇപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് ടാഗ് ലൈൻ വെക്കണം എന്നുള്ള സംശയത്തിൽ നിന്നപ്പോഴാണ് നമ്മുടെ പ്രൊഡ്യൂസർ അനുബേബി പറയുന്നത് മൾട്ടി കരിയർ മെന്റാലിറ്റി. മൾട്ടി കരിയർ മെന്റാലിറ്റി എന്നെ നമ്മളെ പിന്നെ ആരോ എന്നെ ഒരു ക്യാപ്ഷൻ തന്നത് മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഒരുപാട് കഴിവുകളുള്ള ഇപ്പൊ എന്നെക്കാളും ഒക്കെ ഒരുപാട് കഴിവുകളുള്ള പിള്ളേരുണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ജനറേഷൻ ഭയങ്കര നമ്മളത്തെ പോലത്തെ അല്ല. ഇപ്പൊ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഫഷണൽ ആയിട്ടും ചെയ്യും. അതിനിടയിൽ ഇപ്പൊ എല്ലാ ഭാഷകളിലും ആങ്കർ ചെയ്യുന്ന ഒരു കൊച്ചിനെ എനിക്കറിയാം, മീര കാശിരാമൻ. തമിഴ് ചെയ്യും, ഇംഗ്ലീഷ് ചെയ്യും, ഹിന്ദി ചെയ്യും, മലയാളം ചെയ്യും. ഇനിയിപ്പോ അവള് ചെയ്യാത്ത ഏതെങ്കിലും ഭാഷയുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഞാൻ പറയും മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി. അതിനപ്പുറത്തേക്ക് പല കരിയർ നമുക്ക് ചൂസ് ചെയ്യാം അറ്റ് എ ടൈം എന്നുള്ള ഒരു എക്സാമ്പിൾ. അതുകൊണ്ട് ഞാനിപ്പോ പട്ടിണി കിടന്ന് മരിച്ചില്ല എന്ന് പറയാം. മാജിക് മാത്രമായിരുന്നെങ്കിൽ ഞാനിപ്പോ ശരിക്കും പട്ടിണി ആയിരുന്നു. ഞാൻ അതിന്റെ കൂടെ ടിവിയും അതിന്റെ കൂടെ ഈ പ്രോഗ്രാം ചെയ്യലും ഒക്കെ ആയിട്ട് നടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ശരിക്കും പട്ടിണിയായിട്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കച്ചവടത്തിന് പോകേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ എത്തിക്സ് തോന്നിയ ഒരു കച്ചവടം എന്ന് പറയുന്നത് കടലിൽ പോകുന്നതാണ്. കടലിൽ പോയി മീൻ പിടിച്ചു. അത് ഭയങ്കര അധ്വാനമാണ്. പക്ഷെ അതിനകത്തൊരു എത്തിക്സ് ഉണ്ട്. നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് കടലിൽ പോയിട്ട് നമ്മൾ ഈ 1000 തെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ കൂടെ ബോട്ടിൽ കയറി തിരിച്ചു വരുന്ന സമയത്ത് അന്ന് കിട്ടിയ മീനിനടുത്ത് ഷെയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു തരുന്നത് ആ ഒരു എത്തിക്സ് ഉള്ളതും പിന്നെ കടലിൽ ആ ഒരു നീതി പാലിക്കുന്നതും എനിക്ക് തോന്നുന്നു ഈ മത്സ്യത്തൊഴിലാളികളാണ്, കടലിൽ പോകുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്കത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. പൈസ കിട്ടുന്നോണ്ടല്ല, അവരുടെ കിട്ടുന്ന എന്താണോ ഭയങ്കര കഷ്ടമാണ്. എന്നാൽ പോലും കിട്ടുന്ന സമയത്ത് ഷെയർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറി ഓരോരുത്തർക്കും അത് കൊടുക്കുന്ന, അതിനകത്ത് കാണിക്കുന്ന ഒരു മാന്യത, അതിനകത്ത് ഒരു എത്തിക്സും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ പണി ചെയ്താൽ കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. നല്ല മീൻ. ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഇത് എൽദോസുമായിട്ട് ബന്ധമില്ല. കടലിൽ പോയിട്ട് കടലിൽ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. അത് കാറ്റിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഒരു ചെറിയ പെട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചൊരു ഒരു പഴയ ബ്രിട്ടാനിയയുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് നിന്നാണ് തീ കത്തിക്കുന്നത്, തീ അണഞ്ഞു പോകാതിരിക്കാൻ. അവരുണ്ടാക്കുന്ന മീൻകറിയോളം മീൻകറി ഉണ്ടാക്കാൻ അറിയാവുന്ന വേറെ ആരും ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പറഞ്ഞു ഗംഭീരാണ്. പരിപാടി ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം. ഒരു കുഞ്ഞ് പരസ്യം കൊടുത്തിട്ട് തിരിച്ചു വരാം. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഈ ഇപ്പത്തെ കാണുന്ന ഒരു യങ് ജനറേഷൻ ഉണ്ടാവല്ലോ, അവരോട് പറഞ്ഞു കൊടുക്കണം ഈ ഒറ്റ ലക്ഷ്യമായിട്ട് പോകണ്ട, IAS അധ്യാപനോ അങ്ങനെ പോകണ്ട, എന്നെ പോലെ പല ലക്ഷ്യമായിട്ട് പോകാൻ എന്താ അതിന്റെ ഒരു കാര്യം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പം മോർണിംഗ് വൈബ്സ് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ബ്രേക്കിന് ശേഷം നമുക്ക് രാജ് കലേഷേട്ടന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കരിയറിനെ പറ്റി, അദ്ദേഹത്തിന്റെ ഇനിയുള്ള ഭാവിയെ പറ്റി, ഭാവിയല്ല ഇനിയുള്ള ആലോചനയെ പറ്റി ഓക്കെ പറയാം. അപ്പൊ എന്തായാലും ചെറിയ ബ്രേക്ക്. മോർണിംഗ് വൈബ്സ് അടങ്ങി. ഓക്കെ, അപ്പൊ വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് വീണ്ടും തുടരുകയാണ്. മാനവീയം വീഥിയിൽ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ ആയിട്ട് വരുന്നു. ഞാൻ ചെയ്യട്ടെ,
ഫയർ ഡാൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ തീയാണ്. അല്ല ഈ മാജിക്കിന്റെ ഇത് കൂട്ടാനായിട്ട് ഫയർ ഡാൻസ് നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഡാൻസ് പഠിക്കുന്ന സമയത്തും ഒക്കെ ഫയർ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഫയർ ഡാൻസ് പല രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാനത് മാജിക്കിന്റെ നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റ് മാജിക്കുകൾ എന്റെ ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്. അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ആവേശമുണ്ട്. അപ്പൊ ഞാൻ എന്റെ മാജിക് ഷോയിൽ ഇന്ത്യൻ സ്ട്രീറ്റ് മാജിക്കുമായിട്ട് ബന്ധമുള്ള കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ ഇതിനകത്ത് പോയിട്ട് നോർത്തിൽ പോയിട്ട് ഒരു ചാനലില് എന്റർടൈൻമെന്റ് കെലി കുച്ച് ബി കരേഗ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു സീസൺ വിന്നർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് മുഴുവൻ എന്റെ ഇത് ഇന്ത്യൻ മാജിക്കുകളുടെ സാധനങ്ങള് സ്റ്റേജിൽ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു റിസർച്ചും പരിപാടികളും ഒക്കെ ആയിട്ട് ഇന്ത്യൻ ബാസ്ക്കറ്റ്, ഇന്ത്യൻ പിന്നെ റോപ്പ് ആക്ട്, ഇതെല്ലാം ഞാൻ അതിനകത്തേക്ക് എന്റെ പ്രസന്റേഷൻ വേറെയാണ്. പക്ഷെ ഞാൻ അത് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ചില പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഫയർ ഡാൻസും അതിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതിലൊരു റിസ്ക് എലമെന്റ് ഇല്ലേ? റിസ്ക് ഉണ്ട്. പ്രാക്ടീസിൽ കൊണ്ട് ഈ കാണിക്കുന്ന സാധനത്തിൽ മുഴുവൻ റിസ്ക് ഉണ്ട്. മാജിക്കിലുണ്ട് ഒരുപാട്. മാജിക്കിൽ പൊളിയോന്നുള്ള റിസ്ക് അല്ലേ? അതെ. ഇത് നമ്മൾ ഈ പഠിച്ചു വെച്ചേക്കുന്ന സാധനം ഇൻ കേസ് അത് വർക്കായില്ല, എന്തെങ്കിലും ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ മാജിക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ല നമുക്ക്. അപ്പൊ നമ്മുടെ ശരിക്കും നമ്മളൊരു നാടകം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഇതും. ഇപ്പൊ മാജിക്കും മെന്റലിസം ഒക്കെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് മാജിക്കാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ഭുതങ്ങൾ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് ആണ് ഇതിന്റെ. ഇതിനകത്ത് സാധാരണ പറയുന്ന ഒരു കാര്യം, മാജിക്കിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രാക്ടീസ്. രണ്ടാമത്തേത് അതിലും ഇമ്പോർട്ടന്റ് ആണ്, അതും പ്രാക്ടീസാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതും പ്രാക്ടീസാണ്. അപ്പൊ ഈ പ്രാക്ടീസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ ഒരു നാടകം നമുക്കൊരു 5 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജിൽ കളിക്കാം, അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് ചെയ്യാന്ന് വെച്ചോ. ഇതൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഇത് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് പിന്നിൽ അത്ര അധ്വാനമുണ്ട്. ഏതെങ്കിലും വേദിയിൽ പോയിട്ട് ഒന്ന് പരിഭ്രമിച്ചു പോയിട്ടുണ്ടോ? പരിഭ്രമിച്ചു പോയിട്ടുണ്ട്. എന്റെ മാജിക്കിന്റെ സാധനത്തിന്റെ ഒരു ചെറിയ പിഴവ് കാരണം ഒരു എഫക്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വാസന്ത സന്ധ്യ എന്ന് പറയുന്ന ഷോയിൽ മെയിൻ ആയിട്ടൊരു ചാൻസ് കിട്ടി. മെയിൻ മജീഷ്യൻ എന്ന് വെച്ചാൽ അന്ന് സ്റ്റേജിൽ ഒരു 4-5 ബാലു ഒക്കെ ഉണ്ടായിരുന്നു. ബാലഭാസ്കർ, വിദേശത്ത് ബാലഭാസ്കർ ഉണ്ടായിരുന്നു, നമ്മുടെ നടൻ ശരത് ഉണ്ടായിരുന്നു, MG ശ്രീകുമാരേട്ടനുണ്ടായിരുന്നു, പിന്നെ അന്ന് വേറെയും കുറെ പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കോട്ടയം നസീർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉള്ള ഒരു മെഗാ ഷോ. അപ്പൊ അതിനകത്ത് വലിയൊരു മജീഷ്യന്റെ വലിയൊരു ചാൻസ് തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാപ്പുകളിൽ ഞാനാണ് മാജിക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചാൻസ് ഒമാനി ചെയ്യുന്ന സമയത്ത് ഒരു വാള്, ഒരു പെൺകുട്ടിയെ 3 പീസായിട്ട് മുറിക്കുന്ന സാധനത്തിനകത്ത് വാള് കയറിയില്ല. അതിന്റെ ഒരു പിഴവായിരുന്നു, ആ സാധനത്തിന്റെ ഒരു പിഴവായിരുന്നു. പക്ഷെ അത് ചെയ്യുമ്പോൾ അത് സ്കൂളാ, അത് ക്ലാസ്സാ. സമയം ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ മാജിക്കിൽ പറയുന്ന കാര്യം എനിക്ക് അന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല, അന്ന് വരെ ഒരു സാധനം തെറ്റിയിട്ടില്ല. എനിക്ക് അന്ന് മുതൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാജിക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ഉപകരണം ഒന്ന് ചെക്ക് ചെയ്യും. ഇന്ന് വരെ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നും ഞാൻ ആ സാധനം ചെക്ക് ചെയ്തിട്ടേ ഇപ്പൊ ചെയ്യുള്ളൂ. അതൊരു കോഴ്സായിരുന്നു, ശരിക്കും എനിക്ക് കിട്ടിയ ഒരു കോഴ്സായിരുന്നു. മാജിക്ക് ശരിക്കും എല്ലാ ആർട്ടും പോലെ തന്നെയാണ്. നാടകത്തിൽ ഡയലോഗ് തെറ്റുന്ന പോലെ നമുക്ക് പലപ്പോഴും തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, അന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ആൾക്കാർ കൂവാതെ എങ്ങനെ രക്ഷപ്പെട്ടു? ആൾക്കാർക്ക് ഇത് മനസ്സിലായില്ല, ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. അതിനിടയിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് മാനേജ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിന് മുമ്പ് 1-2 ആക്ട് ഒരു മാജിക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ആക്ടിലേക്ക് കടക്കുന്നത്. അപ്പൊ എന്തോ സംഭവിച്ചു എന്നും ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷെ ഭാഗ്യത്തിന് അടുത്ത് ചെയ്ത സാധനം ഞാൻ സാധാരണ ചെയ്യുന്നതിനേക്കാളും പവറിൽ ചെയ്തു എന്നുള്ളതാണ് വേറൊരു. അപ്പൊ നമ്മളൊരു നീഡായി മാറി. അതെ. അപ്പൊ ആ സ്റ്റേജ് കയ്യിലെടുക്കാന്നുള്ളത് എന്റെ ആവശ്യമായിട്ട് മാറി. ഇത് ഫസ്റ്റ് മാജിക് ആയിരുന്നു. പിന്നെ 2nd, 3rd, 4th മാജിക്കുകളുണ്ടായിരുന്നു. അത് ഞാൻ സ്കോർ ചെയ്തു, കയ്യടി നേടി. പാട്ടിൽ കൈ വെച്ചിട്ടുണ്ടോ? ഇല്ല. പാട്ടിൽ കൈവച്ചോന്ന് ചോദിച്ചാൽ, ഈ കൊറോണ കാലത്ത് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് അന്ന് ന്യൂസ് 18-ലൊക്കെ കാണിച്ചായിരുന്നില്ലേ ഒരു റാപ്പ് പോലത്തെ ഒരു സാധനം, പഴയ ഒരു ചമ്പു എടുത്തിട്ട് ഞാനൊരു റാപ്പ് പോലെ ആക്കിയിട്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി അത് പഠിക്കാൻ പ്രയാസമാണ്. അത് സ്കൂളിൽ പഠിച്ചപ്പോ ഒരു ആവേശത്തിന് പഠിച്ചത് പിന്നെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. ഈ ലോകത്ത് പലയിടത്തും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന ഒരു മോശം പേരുണ്ടല്ലോ, ചീത്തപ്പേര്. അപ്പൊ അതിൽ ഏറ്റവും രസകരമായ അതിന് മുമ്പ് സ്വീറ്റ് ഓർ സ്പൈസി സ്പൈസി ആണ്.
ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ഫുഡ് എവിടെയാ? ഈ ശ്രീലങ്കയാണെന്ന് തോന്നുന്നു. ശ്രീലങ്ക. ശ്രീലങ്കയിലാണ് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും സ്പൈസി ഫുഡ്. Okay. അത് ഈ തമിഴ് ആൾക്കാരുള്ള സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവര് സീനി സമ്പലും പൊൽ റൊട്ടിയും ഉണ്ടാക്കും. Okay. ഗോതമ്പ് റൊട്ടിയും സീനി സമ്പലും. സീനി എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. ചീനി സമ്പൽ, സീനി സമ്പൽ എന്നാ പറയുന്നത്. അപ്പൊ പൊൽ റൊട്ടിയും സീനി സമ്പലും പഞ്ചസാര ചട്നി എന്ന് കേൾക്കുമ്പോ ഒരു മധുരമല്ലേ വരുന്നത്. വാണ്ടാല എരിഞ്ഞ് റിലേ കട്ടായി പോകും. ടമ്മെന്ന് പറഞ്ഞ് അടിക്കും. പിന്നെ ഇത് എന്താണ് നമ്മൾ സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിച്ചു പോകും. അത്ര എരിവുള്ള ഈ മുളകൊക്കെ എവിടെ നിന്നുണ്ടാക്കുന്നു എനിക്കറിഞ്ഞു. ഞാൻ നാഗാലാൻഡിൽ പോയിട്ട് രാജാമിർച്ച, ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളക് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്, കഷ്ണം കഴിച്ചു നോക്കിയിട്ടുണ്ട്. അതേപോലെയാ, അത് എരിയുന്ന പോലെ ഈ സാധനം എരിയും. ഇത്രയും പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഈ റൊട്ടിയിൽ ഞാനിച്ചിരി ആദ്യം എടുത്ത് ഇച്ചിരി കൂടിപ്പോയി ഈ പൊൽറൊട്ടി. അപ്പൊ അവര് പറഞ്ഞ അത് ഇല്ല പരവായില്ലെന്ന് പറഞ്ഞിട്ട് നേരെ വായിൽ ഡട്ടിയും അതെ അമ്പിളിച്ചേട്ടനൊക്കെ വീഴുന്ന ഉഗ്ര. ഈ ശ്രീലങ്കൻ ഡിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കുറെ സാധനങ്ങൾ പൊളു സാമ്പിളെ അത് നമ്മുടെ മട്ടൻ കറി പോലെ ഇരിക്കും. പിന്നെ ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചക്ക പിന്നെ അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി. അത് ശ്രീലങ്കയിലെ പൊളു സാമ്പിളെ. പിന്നെ മധുരമാണെങ്കിൽ അസാധ്യ മധുരം ഉണ്ട് കേട്ടോ. എനിക്ക് ശ്രീലങ്കൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ദൊദൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. ഭയങ്കര സോഫ്റ്റാ, വായിലിട്ടാൽ അലിഞ്ഞു പോവും. ഇത് വീട്ടിൽ തന്നെ ഒരു വലിയ ഇതിനകത്ത് കരിപ്പട്ടി, അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ട് അരിപ്പൊടി, കരിപ്പട്ടി, തേങ്ങാപ്പാല്, ഈ 3 സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അലുവ പോലത്തെ സാധനമാണ്. പക്ഷെ ഭയങ്കര ദൊദൾ ഇങ്ങനെ വിൽക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാർ നടക്കും. ദൊദളാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാം. വായിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞോട്ടോ, ഒരു മധുരം അങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. നല്ല ഹെൽത്തിയാണ്. പിന്നെ കുറെ സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ ചമ്മന്തികളുള്ള സ്ഥലം പിന്നെ ശ്രീലങ്ക. പൊൽ സമ്പൽ, തേങ്ങാ സമ്പൽ, പിന്നെ ചമ്മന്തിയാണ്. കേരളമായിട്ട് എല്ലാം പിട്ട്, ഇഡ്ഡലി, പിട്ടു എന്ന് പറഞ്ഞാൽ പുട്ട്, പിന്നെ അപ്പ എന്ന് പറഞ്ഞാൽ അപ്പം, പിന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ ദോശ, ഇഡ്ഡലി, പുട്ട്. പിന്നെ അവിടെ മാത്രം കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്. കൺകുൺ ഡെവിൾ എന്ന് പറഞ്ഞിട്ട് ചീരയുടെ ഒരു സാധനമുണ്ട്. പിന്നെ കൺകുൺ ഡെവിൾ, ഒരു കൺകുൺ എന്ന് പറയുന്ന ചീര ഇതാക്കിയിട്ട് നീളമുള്ള ചീര അതിങ്ങനെ മടക്കിയിട്ടിട്ട് ഒരു കറുത്ത സോസ് ഒഴിച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ് കൺകുൺ ഡെവിൾ. അതുപോലെ ചിക്കൻ ഡെവിളുണ്ട്. ചിക്കനിൽ ഈ കറുത്ത സോസ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ചിക്കൻ ഡെവിൾ. അങ്ങനെ ഡെവിൾ. പിന്നെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഇതുവരെ യാത്ര ചെയ്തതിൽ കിട്ടിയ ഏറ്റവും നല്ല ഫുഡ് ഏതാണ്? അത് ഞാൻ പറഞ്ഞുതരാം. അതും ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലെ കാൻഡി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു പൊതിച്ചോറ് കിട്ടും. കാൻഡി ആൻഡ് ലംപ് റൈസ് എന്നാണ് അതിന്റെ പേര്. അതെന്ന് വെച്ചാൽ നോൺ വെജ്. അതിനകത്ത് ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യം ഒരു ചൂട് കറി ഇതിനകത്തേക്ക് ഒഴിക്കും. എന്നിട്ട് ഈ ജീരകശാല അരി പോലെ നല്ല മണമുള്ള അരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അത് ആ ചൂടോടുകൂടി ഇതിനകത്തിടും. എന്നിട്ട് ഇതിനകത്തൊരു മുട്ട വയ്ക്കും. ഇതിനകത്തൊരു ഒരു നോൺ വെജ് കട്ട്ലറ്റ് വയ്ക്കും. ഒരു അച്ചാർ വയ്ക്കും. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇത് പൊതിഞ്ഞ് പിന്നെ ഒരു 11 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ഇതങ്ങനെ ഇരുന്ന് ആ ചൂടോട് കൂടിയിട്ട് വാഴയിലക്കുള്ളിൽ ഇരുന്നിട്ട് സെറ്റ് ആയിരിക്കും. ഒരു 2 മണിക്കെടുത്ത് തുറക്കുക, മൊത്തം കഴിച്ചു. കൊള്ളൂല. അതിന്റെ പേര് കാൻഡി ആൻഡ് ലംപ് റൈസ്. ഇനി ശ്രീലങ്കയിൽ പോകുമ്പോ ലംപ് റൈസ് കഴിക്കാൻ മറക്കരുത്. 2 മണിക്ക് തുറക്കുന്ന ലംപ് റൈസ്. ശരി. അപ്പം ഇനി ഏറ്റവും മോശം കഴിക്കാൻ പറ്റാത്ത ഫുഡ് തോന്നിയുണ്ടോ? ഞാനേ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്ക്, ഞാൻ ഈ ഫുട്പാത്തിന് പോയപ്പോഴത്തേക്ക് ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാ പോയ, സ്നേഹത്തോടു കൂടി ആൾക്കാർ എന്ത് തന്നാലും കഴിക്കുമെന്നു. അങ്ങനെ തായ്ലൻഡിൽ പോയി കഴിക്കരുതേ, അല്ല കഴിക്കരുത്, ഒരു മുൻ അഡ്വാൻസ്. അപ്പൊ എന്ത് കിട്ടിയാലും കഴിക്കുമെന്ന ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് പോയത്. തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റോ ബീഫ് സാലഡ് ഉണ്ടെന്ന് പറഞ്ഞു. റോ ബീഫ് സാലഡ്. അത് വേറെ പേടിക്കാനൊന്നുമില്ല. റോ ബീഫ് ഇടും, അതിനകത്തും ഒരു 3-4 സോസ് ഒഴിക്കും, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് മറ്റേ ഒരെണ്ണത്തിനകത്ത് നന്നായിട്ട് കുലുക്കി അതിനകത്ത് തട്ടിത്തരും. അപ്പൊ അത് പക്കാറോ വേവിച്ചിട്ടേ ഇല്ല. ആ മാംസം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഡൈജസ്റ്റ് ചെയ്യൂ. അതാണ് ഞാൻ പറയുന്നത്. ഞാനിത് കഴിച്ച് ഇറക്കി. ഞാൻ കഴിച്ചിറക്കി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്കൊരു പന്തികേട് പോലെ തോന്നി. ഞാൻ ആ സൈഡിലോട്ട് പോയിട്ട് മൊത്തം വാള് വെച്ചു. പിന്നെ വാളോട് വാള്
അവസാനം എന്റെ തൊണ്ടയും ഒച്ചയും പോകുന്ന രീതിയിൽ എനിക്ക് തൊണ്ടയിൽ വേദനയായി. പിറ്റേ ദിവസം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഷൂട്ടിംഗ്. ആ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്ത് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. എനിക്ക് ഒച്ച ഇല്ലാതായിപ്പോയി. ഇതുപോലെ എനിക്ക് പണ്ടൊരു അനുഭവം ഉണ്ടായി. ഈ പ്ലസ് ടുവിൽ നിന്ന് ടൂർ പോവാണ്. പ്ലസ് ടു ടൂർ പോയപ്പോ ഈ നമ്മുടെ അന്നേരത്തെ സ്കൂളിൽ നിന്നുള്ള ടൂറാണ്. അപ്പൊ പകലെല്ലാം ഫുള്ള് വെജിറ്റേറിയൻ ആണ്. പോരുന്നതിന്റെ തലേ ദിവസം രാത്രി അന്ന് മാത്രം ഇന്ന് ചിക്കൻ ഉണ്ട് എന്ന് അധ്യാപകൻ പറയാണ്. അപ്പൊ ടീച്ചേഴ്സ് പറയുന്നു അത് കഴിഞ്ഞിട്ട് ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. പൊറോട്ടയും ചിക്കൻ കറിയാണ്. ഞാൻ ഈ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിയിരുന്നവൻ പറയാ, ഇന്ന് രാവിലെ ഇതിൽ നടന്ന പട്ടിയെ കാണാനില്ലല്ലോ. ആക്ച്വലി ആ പട്ടി അവിടെ ഉണ്ട്. ഈ സാധനം മൈൻഡിൽ കിടന്നിട്ട് രാത്രി ഞാൻ തുടങ്ങിയ വാളാണ്. ആ വാള് തിരികെ എന്റെ നാട്ടിലെത്തുന്നവരെ പൊതുവാളായിപ്പോയി. ഇതുപോലത്തെ ഒരുപാട് ഫുഡ് വിശേഷങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഒരു കുഞ്ഞിടയിൽ കൂടെ പോകുന്നു. അപ്പോ മോർണിംഗ് വൈബ്സ് വീണ്ടും മടങ്ങിയത് ഇനിയും കുറെ കാഴ്ചകൾ വർത്താനങ്ങളൊക്കെ. ഗ്യാപ്പിൽ നമ്മൾ ചായ കുടിക്കാം. ചേട്ടാ 2 ചായ. മധുരം കുറച്ച് സ്ട്രോങ്. എനിക്കും മധുരം കുറച്ച് സ്ട്രോങ് 2 ചായ. ഓക്കെ, സ്ഥിരമായിട്ട് അതാണ് പറയുന്നത്. മധുരം കുറച്ച് സ്ട്രോങ് ആണല്ലേ? അതാണ് നമ്മൾ സ്ട്രോങ് ആയതുകൊണ്ട്. അപ്പൊ ചേട്ടാ 2 ചായ. ഓക്കെ, ഒരു ബ്രേക്ക്. അപ്പൊ വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. എന്തായാലും രാവിലെ തന്നെ കുറെ വായില് വെള്ളം മുറിപ്പിച്ചതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ചായയിലും സമോസയിലും. എനിക്കൊരു കണ്ണൂരപ്പം കിട്ടിയായിരുന്നു. കണ്ണൂരപ്പം, വെട്ടയപ്പം, വെള്ളയപ്പം എന്നൊക്കെ നാട്ടിൽ പറയാം. അപ്പം ഈ നല്ല മുടിയൊക്കെ വെട്ടി ഒതുക്കി ക്ലീൻ ഷേവ് ആയിരുന്ന രാജ് കലേഷ് എങ്ങനെയാ ഈ മുടി നീട്ടി താഴെ മാജിക്കിന്? അല്ല, മാജിക് കുറച്ചുകൂടി ഞാൻ മറ്റേ പിന്നെ നമ്മുടെ ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിൽ ഞാൻ മജീഷ്യനായിട്ട് മാജിക് അങ്കിളായിട്ട് വന്നായിരുന്നു. ഓക്കെ. അപ്പൊ ആ സമയത്ത് മാജിക് സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു അപ്പീലിംഗ് ആണ്. നമ്മൾ കുറച്ച് മുടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അന്ന് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പൊ പിള്ളേർ മുഴുവൻ ഈ ഒരു സ്റ്റൈലിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് എനിക്ക് മാത്രമുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു യുണീക് സ്റ്റൈലായിരുന്നു. ഇപ്പൊ പക്ഷെ എല്ലാരും അത് എത്ര ആരാധികമാര് പറഞ്ഞു മുടിയുള്ളതാണ് നല്ലത് രാജ് കലേഷ്. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് മുടി ഇല്ലാത്തതാണ് എനിക്ക് ചേരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഇതൊരു ഈ ഐഡന്റിറ്റി ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റാതെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കും. ഞാൻ ഈ മാത്തുക്കുട്ടി ഒരു ഇന്റർവ്യൂല് പറയുന്ന കേൾക്കുന്നു. അല്ല, ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൈ ചെയ്യണമെങ്കിലോ വെട്ടണമെങ്കിലോ ഒക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഇത് ഇരിക്കുന്നിടത്തോളം ഇങ്ങനെ പോട്ടെ എന്നുള്ളത്. അതായത് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഭാവിയിൽ സിനിമയിലേക്ക് സജീവമാണുള്ളത് ആഗ്രഹവും പദ്ധതിയും ഒക്കെ ഉണ്ട്. ഇപ്പൊ വീട് പണി കഴിഞ്ഞാൽ ഒന്ന് ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. തമിഴിലേക്ക് തമിഴിലൊരു സിനിമ ചെയ്തു. അല്ല, എന്താന്ന് വെച്ചാൽ ഈ തമിഴിൽ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നല്ല റെസ്പെക്ട് ഉണ്ട്. ഇപ്പൊ ഈ ജാസ്പറിന്റെ ഇത് നടന്ന സമയത്ത് ബാക്കിയെല്ലാം തമിഴ് ടെക്നീഷ്യൻസും തമിഴ് ആർട്ടിസ്റ്റുകളും ആയിരുന്നു. ഞാനും വളരെ കുറച്ച് പേര്, രമേശ്, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇതിനകത്ത് മലയാളികളുണ്ടായിരുന്നത്. നമ്മൾ ഈ പോയ മലയാളികൾക്ക് മുഴുവൻ ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. നമുക്ക് മാത്രമല്ല തമിഴ്നാട്ടുകാർ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് വലിയ സ്വീകാര്യതയാണ് അവിടെ. പ്രേമലു അവിടെ തമിഴിൽ വന്ന സിനിമകൾ പൊട്ടിയിട്ട് നമ്മുടെ മലയാള സിനിമകൾക്ക് ഭയങ്കര മാർക്കറ്റ് ഉണ്ട്. എക്സാക്ട്ലി. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ കോവിഡ് വന്നതിന്റെ മറ്റൊരു അനുഗ്രഹം ഇതാണ്. അതായത് ഈ മൊബൈൽ ഫോണിൽ സിനിമ കണ്ട് മലയാള സിനിമ ഒരു കോവിഡിന് ശേഷം ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ നേരത്തെയൊക്കെ സൂപ്പർ സ്റ്റാർ പടങ്ങൾ മാത്രമായിരുന്നു കേരളത്തിൽ ഹിറ്റ് ആവുന്നതെങ്കിൽ ഇപ്പൊ പിള്ളേരുടെ പടങ്ങൾ വല ഹിറ്റ് ആവുന്നുണ്ട്. ഇപ്പോ പിന്നെ വലിയ ഒരു സൂപ്പർ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത സിനിമകളാണ് ഈ പ്രേമലും പിന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സും ഒക്കെ ഉണ്ട്. അതിനകത്ത് സ്റ്റാർസ് ഉണ്ട്, സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ടെക്നിക്കലി സൂപ്പർ സ്റ്റാർസ് ഒരുപാട് പേരുണ്ട്. പക്ഷെ നടന്മാരിൽ സൂപ്പർ സ്റ്റാർസ് ആരുമില്ല. പക്ഷെ അവര് ഭയങ്കര വമ്പൻ ഹിറ്റ് അല്ലേ? അല്ല, കാലഘട്ടം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ പിന്നെ ഇപ്പൊ ഭീഷ്മപർവം വന്നു. മമ്മൂക്കയുടെ ആ ഒരു സ്റ്റാർഡം മമ്മൂക്കയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സാധനമാണ്. ഇല്ലേ? അതെ. ഇപ്പൊ മലൈക്കോട്ടെ വാലിബന്റെ ഇനീഷ്യൽ കണക്ഷൻ അത് ഗംഭീര പടമാണ്. മലൈക്കോട്ടെ വാലിബൻ ഞാൻ ഇന്നലെയും കൂടി ഒരു പ്രാവശ്യം കൂടി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. ആ മേക്കിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ തമിഴ്നാട്ടിലെ ഉത്സവമൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നത് എന്തുമാത്രം ക്രൗഡ്. ഈ ക്രൗഡിനെ മാത്തുക്കുട്ടി സിനിമ ചെയ്തുകൊണ്ടാണ് എനിക്ക് ക്രൗഡ് മാനേജ്മെന്റ് എത്രയും പാടാണെന്ന് തോന്നാൻ കാരണം. കുഞ്ഞൽ തോയിൽ കുറച്ച് ക്രൗഡ് സീനുകളുണ്ട്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഒക്കെ ഉണ്ടാവുന്ന ഒരു ടെൻഷനുണ്ട്. ഇത്രയും പേരെ എങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കും, ഇവരെ കൊണ്ട് എങ്ങനെ ഇത് ചെയ്യിപ്പിക്കുമെന്ന്. അതിന്റെ ഒരു മാസ് ഷോട്ടിലൊക്കെ ഈ എന്തൊരു അത് പിന്നെ ഗ്രാഫിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് റിയൽ ആയിട്ട് ചെയ്തെടുത്തതായിരിക്കും. ഒരു രക്ഷയില്ലാത്ത ഷോട്ടുകളാണ്.
അതൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അതൊരു ക്രാഫ്റ്റ് തന്നെയാണ്. ആ ലാലേട്ടനെയൊക്കെ നമുക്ക് പിന്നെ ഒരു രക്ഷയില്ലാത്ത സാധാരണ നമ്മള് ഇതിൽ കാണുന്ന ലാലേട്ടനല്ല, ഈ വാലിബനായിട്ട് വന്നേക്കുന്ന ലാലേട്ടൻ വേറൊരു ഇതാ ഇഷ്ടപ്പെട്ട അങ്ങനെയല്ല, എല്ലാരെയും ഇഷ്ടമാണ് Diplomatic. എനിക്ക്. അല്ല, ഡിപ്ലോമാറ്റിക് അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഫഹദ് ഫാസിലിനെ. രണ്ടാമത് നിവിനെയാണ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിവിൻ ചെയ്തിരുന്ന ആ റോളുകളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവിൻ ഏതാണെന്ന് അറിയോ? ഈ കനകം കാമിനി കലഹം. അതിനകത്ത് നിവിൻ നമ്മള് ഈ പിന്നെ പുള്ളിക്കാരൻ തടി കൂടി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ ഇതാക്കി വിടുന്നെങ്കിലും അതിന്റെ ആക്ടിങ് ഞാൻ എത്രയെങ്കിലും പ്രാവശ്യം ആ സിനിമ ഉണ്ട്. നിവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ നിവിൻ ഇപ്പോഴത്തെ ഒരു പ്രമോയും നിവിൻ ജിമ്മി അല്ല, ഇതിനകത്ത് ഈ കനകം കാമിനി കലഹത്തിനകത്ത് നിവിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിവിൻ അതിനകത്ത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. നോക്ക്, അത് കണ്ടിട്ടില്ലെങ്കിൽ നോക്ക്. അതിനകത്ത് എല്ലാ ആക്ടേഴ്സും എസ്പെഷ്യലി നിവിൻ, ഫഹദും നിവിനുമാണ് എന്റെ ഫേവറേറ്റ്. ശരി, ഈ വീട്ടില് ആദ്യം ഒന്നും വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിന്. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് എന്റെ പേര് വീട്ടിൽ വെട്ടിയാൻ, എന്നെ കൊണ്ട് ഇനി ഒരു വീട്ടുകാർക്ക് ഒരു ഗുണമില്ല എന്ന് എഴുതി തള്ളി എന്നെ. സത്യത്തിൽ ഞാനും അമ്മയായിട്ട് വല്ലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒഴിച്ചാൽ എന്നെ തിരിച്ചു കിട്ടുമെന്ന് പോലും അവർ വിചാരിച്ചില്ല. റേഷൻ കാർഡിൽ നിന്ന് വെട്ടുന്നതിന് തൊട്ടു മുമ്പ് ഈ രണ്ടാമത്തെ തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോഴാണ് കുഴപ്പമില്ലായിരിക്കുന്നൊരു ചിന്ത വീട്ടുകാർക്കുണ്ടാവും. സത്യം. അല്ല, ഞാൻ ഫുൾ ടൈം പഠിത്തം വിട്ടിട്ട് കലയിലേക്ക് പോകുന്നതുകൊണ്ട് താല്പര്യമുണ്ട്. എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ള ടെൻഷൻ ആയിരിക്കാം ഒരു പക്ഷേ. അമ്മയാണ് കലയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആള്. അമ്മ ഇപ്പൊ ഇല്ല, അമ്മ ഇപ്പൊ 4 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പൊ അമ്മയാണ് ഒരു കലാകാരനാവണമെന്നൊക്കെ ആഗ്രഹിച്ച് എന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതും നാടകത്തിന് ഫ്രീ ആയിട്ട് വിട്ടതും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അണ്ണന്മാരുടെ കൂടെ ഞാൻ നാടകത്തിന് പോകുമായിരുന്നു. എല്ലാ ദിവസവും നാടകത്തിന് പോയിട്ട് ഒരു ഒട്ടകങ്ങളുടെ യജമാനൻ എന്ന് പറയുന്ന നാടകം നമ്മളൊരു 100 സ്റ്റേജിന് മുകളിൽ മത്സര നാടകമാണ്, പ്രൊഫഷണൽ നാടകമല്ല. ഒരു 100 സ്റ്റേജിന് മുകളിലും നാടക മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-80 സ്ഥലങ്ങളിൽ സമ്മാനവും മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അനിൽ കെ പി, അനിൽ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അണ്ണന്മാരുണ്ട്. അപ്പൊ അവര് ബെസ്റ്റ് ആക്ടർമാരായിട്ടുണ്ട് പലതവണ. അപ്പൊ ഈ സമയത്തൊക്കെ അമ്മയാണ് രാത്രി വരുന്നതും കതക് തുറക്കുന്നതും. രാത്രി എനിക്ക് തിരിച്ചു വന്നിട്ട് വിശക്കുമെന്നറിയാം. ആ സമയത്ത് കുറച്ച് ചോറിൽ വെള്ളം ഒഴിച്ച് പിന്നെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കി വെച്ച് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന അമ്മയാണ്. ഈ അച്ഛൻ പലപ്പോഴും ഈ നാടകക്കാരനായിരുന്നെങ്കിൽ പോലും അച്ഛൻ നാടകം കളിക്കുമായിരുന്നു. എന്നാൽ പോലും ഞാൻ ഈ ഓവറായിട്ട് നാടകത്തിന് പോകുന്നതിന് അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മയാണ് അതിനെ ആ സമയത്തൊക്കെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടുണ്ട്. പക്ഷെ ഫുൾ ടൈം ഞാൻ ഈ കലയിലേക്ക് പോയപ്പോഴത്തേക്ക് അവർക്കൊരു പേടിയായി. ഇവൻ പഠിക്കാതെ ഒരു ജോലി എങ്ങനെയെങ്കിലും മേടിക്കണം, സേഫ്റ്റിക്ക് ഒരു ജോലി വേണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സർക്കാർ ജോലിക്കില്ല, നേരത്തെ പ്രഖ്യാപിച്ചു. 8ാം ക്ലാസ്സിൽ നമ്മൾ പ്രഖ്യാപിച്ചു. ശരി, ഞാനപ്പോ മറ്റൊരു കാഴ്ച കൂടി കാണിച്ചിട്ട് മടങ്ങിയത്. അതായത് വേറെ ഒന്നുമില്ല, ഈ നമ്മുടെ കൊല്ലം കൊട്ടാരക്കരയില് ഈ ജൈവവൈദ്യം എന്ന് പറഞ്ഞാൽ മരുതിമല ടൂറിസം എന്നുള്ള സ്ഥലമുണ്ട്. മരുതിമല ഞാൻ ഇന്നലെ മോർണിംഗ് ഷോ വേറെ സ്ഥലത്ത് പോയി. കൊല്ലത്ത് തന്നെ പരവൂരിനടുത്ത് നെടുങ്ങോലം എന്ന് പറയുന്ന സ്ഥലം മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കണ്ടൽക്കാടാണ്. അത് ഏക്കറുകൾ കണക്കിന് അസാധ്യ വ്യൂവും അസാധ്യ പോണം. അത് പിന്നിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന് പിന്നിൽ കുറെ കഥയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കായല ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളാണ് മുഴുവൻ. അപ്പൊ ഈ ദ്വീപുകളിലെ അതിർത്തി പ്രദേശങ്ങൾ ഇടിഞ്ഞിടിച്ച് കായലിലേക്ക് പോകും. അപ്പൊ ഏറ്റവും നല്ല വേലി അവിടെ കണ്ടൽക്കാടാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും അവരുടെ പ്രോപ്പർട്ടിയിൽ ചുറ്റും കണ്ടൽക്കാട്. അതൊരു വലിയ പ്രദേശം മാറി. നന്നായി അസാധ്യ സ്ഥലവും ഭംഗി എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് പോകണം, അല്ലെങ്കിൽ ഈവനിങ് സൺസെറ്റിന് പോകണം. അല്ല, നമ്മൾ അതിന്റെ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നു. നമ്മൾ ഈ കണ്ടലൊക്കെ വെട്ടിക്കളയുന്നതുകൊണ്ടാണ് നമ്മുടെ ശരിക്കും അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഒരു 2 ഡിഗ്രിയെങ്കിലും കുറവായിരിക്കും. അതെ, ഉറപ്പായിട്ടാണ്. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് വെയിൽ 12 മണി സമയത്താണ് ഞങ്ങൾ കയാക്കിംഗ് പോയത്. മനസ്സിലായി. അപ്പൊ എന്നിട്ട് പോലും അത്രയും ചൂട് വെയിൽ അനുഭവപ്പെട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ ആ കാഴ്ചയിലേക്കാണ് പറഞ്ഞത്. മരുതിമലയിലെ ടൂറിസം വിശേഷത്തിലേക്ക് പോയ ശേഷം മടങ്ങിയെത്താം. രാഷ്ട്രീയ തുടരും. കൊല്ലത്ത് നിന്നും 24 കിലോമീറ്ററും കൊട്ടാരക്കരയിൽ നിന്നും 10 കിലോമീറ്ററും ദൂരപരിധിയുള്ള മുട്ര മരുതിമലയുടെ താഴ്വാരത്താണ് നമ്മളുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പടവുകൾ കയറി വേണം മുട്ര മരുതിമലയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി പോകാൻ. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം.
സമുദ്രനിരപ്പിൽ നിന്നും 1100 അടി ഉയരത്തിലാണ് നമ്മളുള്ളത്. മലമടക്കുകളുടെ സൗന്ദര്യവും പാറക്കെട്ടുകളും തണുത്ത കാറ്റും ആസ്വദിക്കാനാണ് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. ഓഫ് റോഡിലൂടെയും സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. അത്യപൂർവങ്ങളായ സസ്യങ്ങളും പക്ഷിമൃഗാദികളും തിങ്ങി നിറഞ്ഞ പ്രദേശമാണ് മുട്ട്ര മരുതിമല. പുലർക്കാലത്തെ മഞ്ഞുവീഴ്ചയും സായന്തനത്തെ കുളിർക്കാറ്റും സൂര്യാസ്തമയ കാഴ്ചകളുമെല്ലാം വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. നമ്മളുള്ളത് കാറ്റാടിപ്പാറയുടെ മുകളിലാണ്. സർവ്വസമയവും കാറ്റടിക്കുന്നതുകൊണ്ടാകാം ഈ പാറയ്ക്ക് കാറ്റാടിപ്പാറ എന്ന് പേര് ലഭിച്ചത്. ഇവിടെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ സ്ഥാപിച്ച് പ്രദേശത്തേക്കെല്ലാം വൈദ്യുതി എത്തിക്കണം വലിയ പദ്ധതികൾ ഇട്ടിരുന്നുവെങ്കിലും അതൊന്നും നടപ്പായിരുന്നു. കൈനീട്ടി തൊടാൻ പാകത്തിൽ ഇറങ്ങി വരുന്ന മേഘങ്ങളും മെല്ലെ വീശി അടിക്കുന്ന കാറ്റും പാറപ്പുറത്തെ കാഴ്ചകളുമാണ് മരുതമല ടൂറിസത്തിന്റെ പ്രത്യേകത. സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഓക്കെ, വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. ഇപ്പൊ മോർണിംഗ് വൈബ്സിൽ രാജ് കലേഷ് തുടരുന്നുണ്ട്. കലേഷ് ചേട്ടാ, നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഒരു വലിയ സൗഹൃദ വലയുണ്ടായിരുന്നു. എനിക്കവിടെ ബാലഭാസ്കർ ഉൾപ്പെടെയുള്ള ഒരു സൗഹൃദം അല്ലേ? മിസ് ചെയ്യുന്നില്ലേ ബാലഭാസ്കർ? ഉറപ്പായിട്ടും ഒരുപാട് ഒരേ പ്രോഗ്രാമുകൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാസന്തസന്ധ്യക്ക് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ഷോ നമ്മൾ അല്ലാതെ നമ്മളിപ്പോ സ്കൂൾ യുവജനോത്സവം മുതൽ ബാലുവിനെ നല്ല പരിചയമാണ്. നമ്മൾ ഒരേ ഇയറിലാണ് ജനിച്ചത്, 78 ബോണാണ്. അപ്പൊ അടുത്താണോ വീട്? അല്ല, അടുത്തല്ല വീട്. ഞാൻ ശരിക്കും കിളിമാനൂരാണ്. ഞാൻ പിന്നീട് ഈ കോളേജിൽ വരുന്ന കാലത്താണ് ബാലുവിനെ കൂടുതൽ പരിചയപ്പെടുന്നത്. ഞാൻ ചെമ്പഴന്തിയിലായിരുന്നു, ബാലു യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലും നമ്മൾ ഒരുമിച്ചുണ്ടാവും, ബാലുവിന്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഇപ്പൊ സ്റ്റുഡന്റ് സെന്ററിലാണ് നമ്മുടെ റിഹേഴ്സൽസ് മുഴുവൻ നടക്കുന്നത്. അപ്പൊ സ്റ്റുഡന്റ് സെന്ററിൽ വെച്ച് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ബാലു ടീമും വരും, അവിടെ വെച്ച് സംസാരിക്കും. അങ്ങനെ ബാലുവിനെ നല്ല പരിചയമാണ്. എപ്പോഴും ഈ സ്കിറ്റിനൊക്കെ നമ്മൾ ഈ പ്രിപ്പയർ ആയിട്ടല്ലല്ലോ പോകുന്നത്. സ്കിറ്റിനൊക്കെ അവസാനം മുണ്ടുണ്ടാവില്ല. സ്കിറ്റ് നാടകം കളിക്കുന്ന സമയത്ത് മുണ്ടുണ്ടാവും. മുണ്ട് ബാലുവിന്റെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നേരെ ബാലുവിന്റെ അടുത്ത് പോയിട്ട് മുണ്ട് വാങ്ങിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-12 പരിപാടികൾ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ബാലുവിന്റെ ഡ്യൂപ്പായിട്ട് ഞാൻ വന്നിട്ടുണ്ട് വയലിന് വെച്ച്. പണ്ട് ബാലുവും ഞാനും ഒരുപോലെ ഇരുന്നിരുന്നു. അപ്പൊ ബാലുവിന്റെ ഡ്യൂപ്പ് എനിക്ക് തോന്നുന്നു ആ മറ്റേ ടേസ്റ്റ് ഓഫ് കേരള ചെയ്യുന്ന സമയത്ത് ഞാൻ തമ്പാനൂർ ഒരു വെയിറ്ററിന് ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആര് വന്നിട്ട് മുതുകത്തടിച്ച് ബാലു ഒറ്റടി. ഞാൻ ബാലു അല്ല, അമ്മാതിരി അടിയായിരുന്നു. ഏതോ ഒരു ഈവന്റ് മാനേജറാ, ചുണ്ടിൽ കമ്മലൊക്കെ ഇട്ട് ഒരു മനുഷ്യൻ എന്നെ വന്നിട്ട് ബാലു പറഞ്ഞൊരു ഒറ്റടി. കുറച്ചു നേരം കിളി പറഞ്ഞു പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ബാലു അല്ല. അങ്ങനെ ബാലുവായിട്ട് നമ്മൾ സാമ്യം ഉണ്ടായിരുന്നു. ബാലുവിന്റെ ഡ്യൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാലു ഒരു സൈഡിലേക്ക് നിന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു പൂത്തിരി കത്തുമ്പോ ബാലു ഇപ്പുറത്തേക്ക് മാറും, അപ്പുറത്ത് പൂത്തിരി കത്തുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിൽക്കും. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര പഞ്ചായിരുന്നു. ഒരു മാജിക് പോലെ ആൾക്കാർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അത് ഞാൻ ഈ മാജിക് ഒക്കെ പഠിക്കുന്നതിന് മുമ്പാ. ഇനി ഈ ബാലഭാസ്കരനുമായിട്ടുള്ള സൗഹൃദം, ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഈ നാടക പ്രവർത്തനമൊക്കെ എങ്ങനെയായിരുന്നു? ഈ കോളേജ് തലത്തിലായിരുന്നു? ഞാൻ സ്കൂളിൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിച്ചിരുന്ന സമയത്തൊക്കെ പിന്നെ ഈ അണ്ണന്മാരുടെ കൂടെ നാടകത്തിന് പോകുന്ന ഒരു ശീലം. നമുക്ക് ചലഞ്ച് ആർട്സ് എന്ന് പറയുന്ന ഒരു നാടക സമിതി ഉണ്ടായിരുന്നു. ചലഞ്ച് ആർട്സിന്റെ പ്രധാനമായിട്ട് നാടകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ നാടക കളരികൾ സംഘടിപ്പിക്കുക, പിന്നെ നമ്മുടെ പിന്നെ നാടകക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ MS സതീഷ് സാറ് ആദ്യമായിട്ട്, ആറ്റിങ്ങൽ MS സതീഷ്, ഇപ്പൊ ഇല്ല, പുള്ളി ജീവിച്ചിരിപ്പില്ല. പുള്ളി പിന്നെ അവിടെ വന്ന് ക്യാമ്പ് നടത്തുന്നതിനകത്ത് ഞാൻ കൊച്ചാ, പക്ഷെ ഈ അണ്ണന്മാരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇവരെ നാടകം കളിക്കുന്ന കണ്ടാണ് നമ്മൾ വളർന്നത്. അപ്പൊ ഒരു തവണ ഇവരുടെ എല്ലാവരുടെയും ഡയലോഗ് എനിക്കറിയാം. അപ്പൊ ആരോ മിസ്സായ സമയത്തട നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് നാടകത്തിന് പോയി, നാടകം കളിച്ചു.
അന്നത്തെ സ്റ്റേജ് നല്ലതായിരുന്നു. പിന്നെ ഇവർ എന്നെ സ്ഥിരം കൂട്ടി. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ നാടക മത്സരത്തിന് പോകും, ഫസ്റ്റ് പ്രൈസ് കിട്ടും, തിരിച്ചു വരും. അന്ന് ആവേശമൊക്കെ ആയിട്ട് ഒരുപാട് ജീപ്പിലാ പോകുന്നത്. അപ്പൊ നമ്മുടെ നാട് പിന്നെ നെടുമ്പറമ്പ്, പിന്നെ പൊയ്കവിള എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അപ്പൊ നന്ദായവനത്തുള്ളൊരു ചേട്ടനാണ്, രാജേന്ദ്രൻ ചേട്ടനാണ് ടെമ്പോ പിന്നെ കമാൻഡർ, മഹീന്ദ്രയുടെ കമാൻഡറിലാണ് നമ്മള്. എന്നിട്ട് രണ്ട് സൈഡിലും ബോർഡ് കെട്ടും, ചലഞ്ച് ആർട്സ് അവതരിപ്പിക്കുന്നു, ഒട്ടകങ്ങളുടെ യജമാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്താണ് പോയിട്ട് വരുന്നത്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും പാട്ടായിരിക്കും, തിരിച്ചു വരുമ്പോഴും പാട്ടായിരിക്കും. പിന്നെ ഇവർക്ക് വേറെ ദുഷിയില്ല. ഈ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ പിള്ളേര് ട്രാക്ക് തെറ്റി പോകുന്നതിന് ഒരു പരിധി വരെ എന്തെങ്കിലും കലയോ സ്പോർട്സോ ഒക്കെ അവർക്കുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ഏതിലെങ്കിലും അവർക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ നമ്മുടെ ഈ അണ്ണന്മാര് യാതൊരു ദുശീലവും ഇല്ലാത്ത ആൾക്കാരാണ്. അതിനകത്ത് കർത്തം കെട്ടാൻ വരുന്ന ആൾക്കാരൊക്കെ ബീഡി വലിക്കുന്നൊക്കെ അല്ലാതെ, അതല്ലാതെ ഇതിലെ ആർട്ടിസ്റ്റുകൾ ആരും തന്നെ യാതൊരു ദുശീലവും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിടാൻ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഇവരുടെ കൂടെ വിടാൻ. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് പോകുന്നത്. ആകെ പാട്ടും ബഹളമായിട്ട് നമ്മൾ ഓളത്തിലാണ്. അതാണ് അതെ നമ്മൾക്കുള്ള പോസിറ്റിവിറ്റി. അതെ. ഈ രാജ് കലേഷ് ഒഫീഷ്യൽ യൂട്യൂബ് പേജ് എങ്ങനെയുണ്ട്? ഇത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ വീട് പണി നടക്കുന്നു. ഈ വീട് പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഷോസ്, നേരത്തെയൊക്കെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഒരാഴ്ചയിൽ 3 ഷോയ്ക്ക് മേലിൽ എടുക്കൂലായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ 9 ഷോ ഉണ്ടെങ്കിലും ഞാൻ പായി. അതെ. ഏപ്രിൽ അവസാനമൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യവും നടക്കില്ല. ഞാൻ പ്ലാൻ ചെയ്തതല്ല സംഭവിക്കുന്നത്. ഇത് ജീവിതത്തിലുടനീളം അങ്ങനെയാണ്. അപ്പൊ അതിന്റെ സമയത്താകുമ്പോഴത്തേക്ക് അങ്ങ് നടന്നോളൂ. വീട്ടില് വൈഫ് കലാപ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് ദിവ്യയാണ്. പിന്നെ ഞാൻ ഇന്നിപ്പോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നു, സാധനങ്ങൾ പാക്ക് ചെയ്ത് പോകുന്നു. ഈ ഞാൻ പറയുന്ന വീട്ടിലെ വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പൊ ഈ പിന്നെ ഗസയും പിന്നെ ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം, ഇന്ത്യയും പാകിസ്ഥാൻ, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഞാനും, ചെറിയ കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും ദിവ്യയാണ് മൊത്തം മാനേജ് ചെയ്യുന്നത്. വീട്ടിലേക്ക് പോകണമെന്ന് അതല്ല, ദിവ്യയാണ് മൊത്തം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദക്ഷ മലയാളം വീക്കാ മോള്, മലയാളം അത്ര. അപ്പൊ ഞാൻ ഈ കുറച്ച് ദിവസം ഇരുന്നിട്ട് അവൾക്ക് മലയാളം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ദിവ്യ. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ നാടകത്തിന് ആദ്യം പറഞ്ഞല്ലോ ഈച്ച, അപ്പോ ഈ നാടകത്തിന്റെ ഏതെങ്കിലും ഒരു രസമുള്ള ഡയലോഗ് ഓർമ്മയുണ്ടോ? ഡയലോഗായിട്ട് ഓർമ്മയില്ല, പാട്ടായിട്ടൊക്കെ ഓർമ്മയുണ്ട്. അന്നൊന്ന് വേഷക്കാരൻ വന്താന എന്നെ പാറുങ്ക, ரொம்ப അഴകാന എന്നെ പാറുങ്ക, എന്നിട്ട് ഡാൻസ് ഒക്കെ ഉണ്ട്. നന്നായിട്ട് ഡാൻസറാണ്. മീൻസ് ബേസിക്കലി ഈ ഡാൻസ് എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. ഡാൻസ് ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അത് KG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് മാസ്റ്ററാണ് എന്നെ ക്ലാസിക്കൽ പഠിപ്പിച്ചത്. പക്ഷെ എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലാസിക്കൽ അങ്ങനെ ഇഷ്ടമല്ലാതായിട്ട് പിന്നെ നമ്മുടെ പിന്നെ സിനിമാറ്റിക് ഡാൻസിലേക്ക് വന്നു. പിന്നെ പ്രജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യം സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിച്ചത്. പ്രജിത്ത് നമ്മുടെ കൂടെ തന്നെ പഠിച്ച ആളാണ്. അപ്പോ പ്രജിത്ത്, അനീഷ്, അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അനുൽ ഭവൻസ് ഡാൻസ് ട്രൂപ്പിൽ ഞാൻ പ്രൊഫഷണലായിട്ട് ഡാൻസ് കളിക്കാനായിട്ട്, അങ്ങനെ അവരുടെ കൂടെ ഒരു 2-3 വർഷത്തോളം. അനുൽ ഭവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പുകളൊക്കെ അവരിൽ നിന്ന് അതെ അതെ. അപ്പൊ അങ്ങനെ, അപ്പൊ ഈ ശരിക്കും അന്ന് ഡാൻസ് പഠിച്ചത് പിന്നീട് മാജിക്കിന് ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ മാത്തുക്കുട്ടി കല്ലു എന്നുള്ള പേരിട്ട്, കല്ലു എന്നുള്ള പേര് മാത്തു എന്നാണ് മാത്തുക്കുട്ടിയെ വിളിക്കുന്നത്. അപ്പൊ ആ ഉടൻപണം തുടങ്ങിയ സമയത്ത് ഈ രണ്ടക്ഷരത്തില് മാത്തുവിനെ വിളിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു പേര് ചോദിച്ച സമയത്ത് എന്നെ കോളേജിൽ പിള്ളേർ വിളിക്കുന്ന കല്ലുന്നായിരുന്നു. അപ്പൊ ഞാനും കല്ലു മോനെ എന്നൊക്കെ. ഓക്കെ, ചേട്ടാ താങ്ക് യു സോ മച്ച്. ഈ സമയം കൊണ്ടാണ് ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല. നമുക്ക് ഇനി അടുത്ത രാവിലെ ഉണരുന്ന ഒരു ദിവസം ഞാൻ വിളിക്കാം. മോർണിംഗ് ഷോ ഈവനിംഗ് ഷോ. ഈ മോർണിംഗ് ഷോയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് നമ്മൾ ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ദിവസമാണ് ഇവര് മോർണിംഗ് ഷോ വിളിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. മോർണിംഗ് വൈബ്സിൽ ചേർന്നതിന് കലേഷേട്ടന്റെ സംസാരം നിങ്ങൾക്ക് എന്താ അറിയാം,
രാവിലെ ഒരു പോസിറ്റിവിറ്റി തരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എത്ര ജിൽ എനർജറ്റിക് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണല്ലോ. ആ എനർജിയാണ് രാജ് കലേഷ് എന്ന ആങ്കറേയും രാജ് കലേഷ് എന്ന മജീഷ്യനെയും ഡാൻസറും ഒക്കെ വ്യത്യസ്തരാക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഒപ്പം നാക്കിന്റെ ശക്തിയും അല്ലേ? ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. എന്റെ മോർണിംഗ് ബൈക്സ് വീണ്ടും നാളെ മറ്റൊരു അതിഥിയും കാഴ്ചയും ഒക്കെ ചേരും. അപ്പൊ കലേഷേട്ടാ താങ്ക് യു സോ മച്ച്. എൽദോസ് സൂപ്പറാണ്. അതെനിക്ക് താങ്ക് യു. ബൈ ബൈ.